സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. എന്നെ സംബന്ധിച്ചിടത്തോളം അഭിനയിപ്പിച്ച് കൊതി തീരാത്ത ഒരു നടനാണ് മോഹൻലാൽ. എൻ്റെ ആദ്യത്തെ സിനിമയിൽ മോഹൻലാലുണ്ട്. കുറുക്കൻ്റെ കല്യാണത്തിൽ മോഹൻലാലിൻ്റെ ഒരു സിഗ്നേച്ചറുണ്ട്. അത് വലിയൊരു ദൈവത്തിൻ്റെ നിയോഗം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ടി.പി. ബാലഗോപാലൻ എമ്മയാണ് എൻ്റെ സിനിമാ ജീവിതത്തിലെ ഒരു ആദ്യത്തെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയും. ട്രാൻസ്ജെൻഡർ ആയിരുന്നു. അല്ല, അതിൻ്റെ ഈ ഫഫ എന്ന് പറയുമ്പോൾ ഒരു ക്യൂരിയോസിറ്റിയോടെ വളർത്തുന്നുണ്ട്. ഇതിൽ ഫഹദ് ഫാസിലാണോ? ഫഹദ് ഫാസിൽ ഇതിലൊന്നുമില്ല. ഇല്ല. ഈ സിനിമയുടെ ടൈറ്റിൽ എഴുതിയത് മോഹൻലാലാണ്. അതെ. ടൈറ്റിൽ ഇട്ടത് മോഹൻലാൽ. അതെ. ഹ്യൂമറിലൂടെ ഒരു സീരിയസ് വിഷയം പറയുന്നതാണ് എപ്പോഴും പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക് എത്തുക. ഒരു സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അത് എത്തും, പക്ഷെ അതിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. എനിക്കൊന്ന് ചാർജ് ചെയ്യാനാണ്. ഞാൻ ചാർജ് ചെയ്യാൻ ശ്രേണി എന്ന പ്ലഗിൽ കുത്തി വയ്ക്കണം. അതിൻ്റെ തമാശ മമ്മൂട്ടി ചോദിച്ച റോളാണ്. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഓണമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സിനിമയായിട്ട് തന്നെയാണ് ഞാൻ ഹൃദയപൂർവ്വം കൊണ്ടുവരുന്നത്. മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ യാതൊരു വിശേഷണങ്ങളും ആവശ്യമില്ലാത്ത മലയാളി കുടുംബങ്ങളുടെ സ്വന്തം സംവിധായകൻ പ്രിയങ്കരനായ ശ്രീ സത്യൻ അന്തിക്കാടാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ഹൃദയപൂർവ്വം സ്വാഗതം ശ്രീ സത്യേട്ടൻ. നമസ്കാരം. ഇത്തവണത്തെ ഓണത്തെ ഹൃദയപൂർവ്വം വരവേൽക്കാൻ ഒരുങ്ങുകയാണോ? അതെ. ഹൃദയപൂർവ്വം എന്നുള്ള ചിത്രം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആഗസ്റ്റ് 28 തിയേറ്ററുകളിൽ എത്തുകയാണ്. അതെ. മോഹൻലാലാണ് നായകൻ. അതെ. അല്ല, ഓണം എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഒരു ഉത്സവമാണ്. അപ്പം വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഓണമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സിനിമയായിട്ട് തന്നെയാണ് ഞാൻ ഹൃദയപൂർവ്വം കൊണ്ടുവരുന്നത്. കാരണം തിയേറ്ററിൽ ചെന്നിരുന്ന് ഒരുപാട് ടെൻഷൻ അടിക്കുക, അതല്ലെങ്കിൽ അതിൻ്റെ വലിയ ആങ്സൈറ്റി ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ എൻ്റെ സിനിമയുടെ ഒരു പാറ്റേൺ വെച്ചിട്ട്, പ്രത്യേകിച്ച് അത് മോഹൻലാലും കൂടി വരുമ്പോൾ ആ സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഒരു ചാരുത, അതിന് തന്നെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫെസ്റ്റിവൽ സീസണിൽ റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. കാര്യം ഞാൻ ആലോചിക്കുന്നുള്ളത്, ഞാനും എൻ്റെ കുടുംബവും ഒരു സിനിമ കാണാൻ പോയാൽ ആ സിനിമയിൽ നിന്ന് എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതാണ് ഞാൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊടുക്കുന്നത്. ഹൃദയപൂർവ്വം അങ്ങനെ തന്നെ. ഈ സിനിമ എന്ന് പറയുന്നത് മോഹൻലാലും ഒത്ത് ചെയ്യുന്ന 20ാമത്തെ ചിത്രമാണ്. അതെ. ടി.പി. ബാലഗോപാലനിൽ നിന്ന് ഈ ഹൃദയപൂർവ്വത്തിലെ പ്രധാന കഥാപാത്രമായ മോഹൻലാൽ അവതരിപ്പിക്കുന്ന സന്ദീപ് ബാലകൃഷ്ണനിലേക്ക് എത്തുമ്പോൾ എന്ത് മാറ്റമാണ് ആ നടനിലുണ്ടായത്? വാസ്തവത്തിൽ ടി.പി. ബാലഗോപാലനിൽ നിന്ന് അല്ല, എൻ്റെ ആദ്യത്തെ സിനിമയിൽ മോഹൻലാലുണ്ട്. കുറുക്കൻ്റെ കല്യാണത്തിൽ മോഹൻലാലിൻ്റെ ഒരു സിഗ്നേച്ചറുണ്ട്. അത് വലിയൊരു ദൈവത്തിൻ്റെ നിയോഗം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പിന്നീട് വലിയൊരു കൂട്ടുകെട്ടായി മാറേണ്ടതുള്ളത് കൊണ്ട് ഞാൻ സംവിധാനം തുടങ്ങുമ്പോൾ അതിൽ തന്നെ പുള്ളിക്ക് മുഖം കാണിക്കേണ്ടതുണ്ട് എന്ന് ആരോ നിശ്ചയിച്ചിരിക്കണം. കാരണം അത് പലർക്കും അറിഞ്ഞൂടാ. സംഭവിച്ചു. അത് കുറുക്കൻ്റെ കല്യാണം എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ഡോക്ടർ ബാലകൃഷ്ണൻ 1982 ഡോക്ടർ ബാലകൃഷ്ണനാണ് അതിൻ്റെ തിരക്കഥാകൃത്ത്, ഗുരുസ്ഥാനിയൻ. അപ്പോൾ അതിൻ്റെ കഥയൊക്കെ തീരുമാനിച്ച് നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. സത്യ സ്റ്റുഡിയോയിൽ ഒരു സെറ്റ് കിട്ടിയിട്ടാണ്. സുകുമാരനാണ് നായകൻ. അപ്പോൾ തിരക്കഥ വികസിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സുകുമാരൻ്റെ ക്യാരക്ടർ ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പാവത്തനാണ്. അപ്പോൾ അയാൾക്ക് മാധവിയോട് അയാളുടെ പ്രണയം പറയാനുള്ള ധൈര്യമില്ല. അപ്പോൾ അതിനൊരു ചെറുപ്പക്കാരൻ ഇയാളെ പ്രേരിപ്പിക്കണം. അതിനൊരു കഥാപാത്രമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആ സിനിമയിലില്ല. ജഗദീഷ് ശ്രീകുമാറൊക്കെ ഉണ്ടെങ്കിലും ബഹദൂറൊക്കെ ഉണ്ടെങ്കിലും പുറമെ നിന്ന് വരുന്ന ഒരാൾ ഇയാൾക്കൊരു ഒന്ന് പുഷ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ആദ്യം ആലോചിച്ചത് ബഹദൂറിൻ്റെ മകൾ നിത്യ, അവളെ കല്യാണം കഴിക്കാൻ വരുന്നൊരു പയ്യൻ, അവനൊരു ക്യാരക്ടറാക്കി മാറ്റിയാൽ ആ ഒരു സീൻ, ഒറ്റ സീനേ വേണ്ടു, ഒരു സീൻ സുകുമാരനും ആ ക്യാരക്ടറായിട്ടുള്ളൊരു സീൻ ഉണ്ടായാൽ നമുക്കത് ഗുണം ചെയ്യും എന്ന് ചോദിച്ചിട്ട് ആ ക്യാരക്ടർ ചെയ്യാൻ ആരെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ അന്ന് മഞ്ഞിൽ വിരിഞ്ഞ മുകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയ യുവ നടനാണ് മോഹൻലാൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയ നടനാണ്, ഒരു സംവിധായകൻ്റെ ആദ്യത്തെ സിനിമയാണ്, അയാൾ വരുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അയാൾ വന്നപ്പോൾ ലീഡ് സീൻ ആദ്യം എടുത്തു. ഏത് ഈ നിത്യയെ കല്യാണം കഴിച്ച് ഈ വീട്ടിലുള്ള കഥാപാത്രമാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കുഞ്ഞ് സീൻ ആദ്യം എടുത്തു. അടുത്ത ഷെഡ്യൂളിലാണ് മെയിൻ സീൻ എടുക്കേണ്ടത്. ആ സമയത്ത് ഡോക്ടർ സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോൾ അങ്ങനെ ഒരു സീനിൻ്റെ അത്യാവശ്യമില്ല. അപ്പോൾ അത് കാരണം എടുക്കാൻ വിചാരിച്ച മെയിൻ സീൻ എടുത്തില്ല. അപ്പോൾ മോഹൻലാൽ ഒരു ചെറിയ റോളിൽ കുറുക്കൻ്റെ കല്യാണത്തിൽ വരേണ്ടി വന്നു. അപ്പോൾ അത് ഞാൻ വിചാരിക്കുന്നത് ഒരു നിമിത്തമാണെന്നാണ്. പിന്നീട് ആ രംഗത്ത് വരുന്നുണ്ട്. ഉണ്ട് ആദ്യത്തെ ആ സീക്വൻസിൽ അതിന് പ്രത്യേകിച്ച് ഫോക്കസ് ഒന്നും കൊടുത്തിട്ടില്ല. കാരണം ഒരു ചെറിയ കഥാപാത്രമല്ലേ.
മെയിൻ സീൻ എടുക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. വലിയൊരു കൂട്ടുകെട്ടിന്റെ തുടക്കം അന്നേ തുടങ്ങി. അതെ. എന്റെ ചോദ്യത്തിലേക്ക് വന്നാൽ ടി പി ബാലഗോപാലനല്ല കുറുക്കന്റെ കല്യാണം തൊട്ട് സന്ദീപ് ബാലകൃഷ്ണനിലേക്ക് വരുമ്പോൾ സന്ദീപ് ബാലകൃഷ്ണൻ ഞാൻ അതിനു മുമ്പ് പുള്ളി ചെയ്ത ഞാൻ മോഹൻലാലിനെ നോട്ട് ചെയ്തത് അപ്പുണ്ണി എന്നുള്ള സിനിമ വീക്കെൻഡ് സ്ക്രിപ്റ്റ്. അപ്പോൾ അപ്പുണ്ണിയുടെ സിനിമയിൽ മേനോൻ മാഷ് എന്നുള്ള ക്യാരക്ടറാണ് ചെയ്യേണ്ടത്. അപ്പുണ്ണി നെടുമുടി വേണമാണ്. അപ്പുണ്ണി നെടുമുടി വേണു, പിന്നെ ഭരഗോപി അയ്യപ്പൻ നായർ. അപ്പോൾ അന്ന് വില്ലനൊക്കെയാണ് കൂടുതൽ മോഹൻലാൽ ചെയ്യുന്നത്. അപ്പോൾ മോഹൻലാൽ വരികയും അതിൽ മേനോൻ മാഷായിട്ട് അഭിനയിക്കും. അപ്പോൾ ഞാൻ മേനോൻ മാഷിൻ്റെ മാനറിസംസ് അയാളുടെ കഥാപാത്രത്തിൻ്റെ ചില ഇത് എങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു മാന്യമായ പെരുമാറ്റം, നല്ല നീറ്റായിട്ട് നടക്കുക. കാര്യം അപ്പുണ്ണിക്ക് ഇല്ലാത്ത ഒരുപാട് ഗുണങ്ങളുള്ള ഒരാളാണ്. ഈ അമ്മു എന്ന് പറയുന്ന മേനയുടെ കഥാപാത്രത്തിന് ആകർഷണം തോന്നണം. അപ്പോൾ ഇയാൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പിന്നെ അന്ന് അങ്ങനെ ഷൂട്ട് ചെയ്യും. അന്നൊക്കെ ഒരു 15-20 ദിവസം കൊണ്ടൊക്കെ ഒരു പടം തീരും. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പോലെ വളരെ കീനായിട്ട് വാച്ച് ചെയ്തിട്ടല്ല. ഷൂട്ടിംഗ് വളരെ ഭംഗിയായിട്ട് തീർന്നിട്ട് ഡബ്ബിങ് സമയത്ത് തിയേറ്ററിൽ ഞാൻ ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴാണ് ഈ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ഒരു ടാലൻറ്റ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ മൊമെൻറ്റുകളിലും പുള്ളി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ അന്ന് വരെ മോഹൻലാൽ അവതരിപ്പിച്ചതിൻ്റെ തികച്ചും വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ. അപ്പോഴാണ് ലാലിൻ്റെ ടാലൻറ്റ് നമ്മൾ. അതിനുശേഷം ഞാൻ ചെയ്ത എല്ലാ സിനിമകളിലും മോഹൻലാലിനെ വെച്ചുകൊണ്ടാണ്. അത് നമുക്ക് ടി പി ബാലഗോപാലൻ മൈൽ സ്റ്റോൺ ആയതുകൊണ്ടാണ് രാജേഷ് അത് ചോദിച്ചത്. അതിന് മുമ്പ് പ്രിയപ്പെട്ട പപ്പൻ റഹ്മാനാണ്. റഹ്മാനാണ് പപ്പൻ. പിന്നെ അധ്യായം 1 മുതൽ രേവതിക്കൊരു ബാബുക്കുട്ടി, ഇതിലൊക്കെ പുള്ളിയുണ്ട്. പക്ഷേ ടി പി ബാലഗോപാലൻ എമ്മയാണ് എൻ്റെ സിനിമാ ജീവിതത്തിലെ ആദ്യത്തെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയും. അത് ഞാനും ശ്രീനിവാസനും മോഹൻലാലും വിപിൻ മോഹൻ ക്യാമറമാനും ഒന്നിച്ച ആദ്യത്തെ പടമാണ്. അപ്പം ഞങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ രീതി എന്താണെന്ന് തിരിച്ചറിയുന്നൊരു സമയം ഉണ്ടാവുമല്ലോ. അത് ബാലഗോപാലനിൽ നിന്നാണ് ഞാൻ മനസ്സിലായത്. എൻ്റെ സിനിമയുടെ റൂട്ട് എന്താണ്. എനിക്ക് തോന്നുന്നത് ആ സിനിമയോടുകൂടി അന്നത്തെ ഒരു യുവത അവരുടെ ഹൃദയത്തിൽ മോഹൻലാലിനെ ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീട് മോഹൻലാലിനെ ഏറ്റവും കൂടുതൽ ജനപ്രിയനാക്കി മാറ്റിയ ഒന്നിലേറെ സിനിമകൾ നിങ്ങൾ 3 പേരും ചേർന്നുള്ള കൂട്ടുകെട്ടിലൂടെയും വന്നു. അന്നേരം അവിടെ നിന്നൊക്കെ നമ്മൾ ഈ സന്ദീപ് ബാലകൃഷ്ണനിലേക്ക് വരുമ്പോൾ എന്താണ് വ്യത്യസ്തത? അതാണ് അതിൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ അന്ന് മോഹൻലാലിൽ നിന്ന് കണ്ട ആ പ്രത്യേകതകളിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലാത്ത സിൻസിയറായിട്ടുള്ളൊരു അപ്രോച്ച് തന്നെയാണ് ഇപ്പോഴും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ടി പി ബാലഗോപാലനും അല്ലെങ്കിൽ സന്മനസ്സുള്ള സമാധാനം ചെയ്യുന്ന സമയത്തുള്ള മോഹൻലാൽ തന്നെയാണ്. കാരണം ലാലിന് പ്രത്യേകിച്ച് അതിൽ അഭിനയം കൂടുതൽ പഠിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ ക്യാമറയുടെ മുന്നിൽ ഏറ്റവും നന്നായി ബിഹേവ് ചെയ്യുന്നൊരു ആക്ടറാണ് മോഹൻലാൽ. നമുക്ക് മോഹൻലാൽ അഭിനയിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും ലോകത്തിലെ ഏറ്റവും എളുപ്പമായ ജോലി അഭിനയമാണെന്ന്. ഇത് ആർക്കും ചെയ്യാവുന്നതല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോവും. അങ്ങനെ ഒരു മാജിക് ഉണ്ട് പുള്ളിക്ക്. അത് പുള്ളി ബോധപൂർവം ചെയ്യുന്നതല്ല. എനിക്ക് തോന്നുന്നത് അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ദൈവികമായൊരു അത് വരുന്നുണ്ട് ആ ഒരു പരിവേഷത്തിലൂടെ. അല്ലേ? ഞാൻ അടുത്ത കാലത്തൊരു ലേഖനത്തിൽ പുള്ളിയെ പറ്റി അത് എഴുതിയിരുന്നു. ഫാസിലൊരിക്കൽ പറഞ്ഞിരുന്നു, മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു സീനിൽ ലെങ്തി ഡയലോഗ് പറയണം. ഒന്നുകിൽ നകുലൻ അല്ലെങ്കിൽ കേൾക്കുക, രണ്ടെല്ലാം ഒരാൾ പോയേ പറ്റും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു നെയ്ക്കഡ് ഡേയിൽ ക്യാമറയുടെ പുറകിൽ നിൽക്കുമ്പോൾ ലാല് ഇടയിൽ ഒരുപാട് ഗ്യാപ്പ് ഇടുന്ന പോലെ പുള്ളിക്ക് തോന്നി. ഷോട്ട് കഴിഞ്ഞ ഉടനെ ഫാസിൽ മോഹൻലാലിനോട് ചെന്ന് പറഞ്ഞു, നമുക്ക് ഒന്നുകൂടി എടുക്കാം, എന്തായിരുന്നു മിസ്റ്റേക്ക് എന്ന് ചോദിച്ചു പുള്ളി. അപ്പോൾ പറഞ്ഞു, ഇടയിലിടയിൽ ഒരുപാട് വലിഞ്ഞു പോകുന്ന പോലെ എനിക്കൊരു ഫീല്. ലാൽ പറഞ്ഞു, എടുക്കാം, എനിക്ക് അറിഞ്ഞൂടാ. പാച്ചിക്ക് ആക്ഷൻ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ കട്ട് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറിയത്. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ വലിഞ്ഞു പോയിട്ടുണ്ടാവാം. അപ്പോൾ ഫാസിൽ പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞു. കാരണം പാച്ചിക്ക് ആക്ഷൻ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ കട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിൽ നിന്ന് മാറിയത്. പിന്നെ മോഹൻലാൽ അല്ല ആ കഥാപാത്രം. അതിൽ പറയുന്ന മൂയോളയിൽ ഞാനത് അട്ട് കണ്ടപ്പോൾ ഓരോ മൊമെൻറ്റും പുള്ളി അഭിനയിക്കുകയായിരുന്നു എന്നാണ്. അതാണ് പുള്ളിയുടെ ഒരു വ്യത്യാസം. സംവിധായകൻ എന്നുള്ള നിലയിൽ മോഹൻലാലിലെ നടൻ എന്നും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരിക്കലും അഭിനയത്തിനോടുള്ള ഒരു കൊതി അല്ലെങ്കിൽ ആ ഇഷ്ടം അതെന്നും വളരെ അതുപോലെ നിൽക്കുകയാണ്. അതാണ് അത്ഭുതകരമായൊരു സംഗതി. ഏത് ജോലിയും കുറേ കാലം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അർജ മാറുക എന്നൊക്കെ പറയില്ലേ, നമുക്ക് അതിനോട്ടുള്ള പിന്നെ അതൊരു ജോലിയായി മാറുന്ന വിധത്തിൽ പക്ഷേ മോഹൻലാൽ അങ്ങനെയല്ല. ഇപ്പോൾ ഈ സന്ദീപ് ബാലകൃഷ്ണനായിട്ട് ഹൃദയപൂർവ്വത്തിൽ ചെയ്യുമ്പോഴും ഓരോ സീനിലും ഓരോ ഷോട്ടിലും പുള്ളി കാണിക്കുന്ന കൃത്യതയുണ്ട്. നമ്മൾ പോലും വിട്ടുപോകുന്ന ചില സംഭവങ്ങൾ ആ ഷോർട്ട് സമയത്ത് പുള്ളി ചെയ്യും. നമ്മളൊരു സീൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ സീനിൽ നമുക്ക് ക്യാമറ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ കഥാപാത്രം സന്ദീപ് ബാലകൃഷ്ണനായിട്ട് മാറുകയാണ്. ഇത്രയും കൂടുതൽ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടും മോഹൻലാലിൽ നിന്ന് അതിനൊരു കുറവുണ്ടായിട്ടില്ല. അതായത് എനിക്ക് തോന്നുന്നത് പുള്ളി പണ്ട് പറയാറുള്ളത് ഫുട്ബോൾ കളി പോലെയാണ് അഭിനയം എന്നാണ്, കളിച്ച് പഠിക്കുന്നതാണ്. അങ്ങനെ കളിച്ച് പഠിച്ചായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അഭിനയിപ്പിച്ച് കൊതി തീരാത്ത ഒരു
നടനാണ് മോഹൻലാൽ. മോഹൻലാൽ. ഈ സിനിമയുടെ ടൈറ്റിൽ എഴുതിയത് മോഹൻലാലാണ്. അതെ 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 അതെ. ടൈറ്റിൽ ഇട്ടത് മോഹൻലാൽ. അതെ, അതൊക്കെ ചെറിയ ഒരു കുസൃതിയാണ്. കാരണം ഞാൻ ഈ പടം പ്ലാൻ ചെയ്തു, ആൻ്റണി പെരുമ്പാവൂരായിട്ട് സംസാരിച്ച് മോഹൻലാലിനെ വെച്ചെടുത്ത് സിനിമ പ്ലാൻ ചെയ്തു. അപ്പോൾ ഞാൻ ലാലിൻ്റെ അടുത്ത് നേരത്തെ മുൻകൂട്ടി കഥ പറയാറില്ല. അത് ലാലിന് എന്നോടുള്ളൊരു വിശ്വാസമാണ്. ഞാനത് ചെയ്തോളൂന്ന് പുള്ളിക്ക് അറിയാം. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, അമാനുഷികനൊന്നുമല്ല, സാധാരണക്കാരനായ ഒരാളാണ്, അത് മതി എന്ന് പറഞ്ഞു പുള്ളി. അപ്പം അങ്ങനെ ഞാൻ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തു, അതിൻ്റെ സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു പ്രൈവറ്റ് അവാർഡ് നൈറ്റ് നടക്കുന്നുണ്ട് ഒരു എറണാകുളത്ത്. അപ്പം എൻ്റെ അടുത്ത് മോഹൻലാൽ ഇരിക്കുന്നു, സൂട്ടൊക്കെ ഇട്ടിട്ട്, അതിന് അവാർഡ് കൊടുക്കുകയൊക്കെ വേണം. അതിൻ്റെ തൊട്ടടുത്ത് ഞാനുണ്ട്, എൻ്റെ അപ്പുറത്ത് സിദ്ദിഖുണ്ട്, എൻ്റെ വൈഫുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അതിൻ്റെ ഇടയിൽ ചോദിച്ചു, എന്താണ് കഥ? ഞാൻ ഇതിൻ്റെ ഇടയിൽ എങ്ങനെ കഥ പറയാം? അവിടെ സ്റ്റേജിൽ പാട്ടും ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല എന്നാലും എൻ്റെ ക്യാരക്ടർ എന്താണ്? അപ്പം നിവൃത്തിയില്ലാതെ ഞാൻ ചെവിയിലെ ക്യാരക്ടർ പറഞ്ഞു കൊടുത്തു, കഥയുടെ രൂപം പറഞ്ഞു കൊടുത്തു. അപ്പോൾ തന്നെ പുള്ളിക്ക് അത് ഇഷ്ടമായി. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച സ്റ്റേജിൽ ഡാൻസ് കാണുകയാണ് എന്നാണ്. പിന്നെ എൻ്റെ തോളി കൈയിട്ട് ചെവിയിൽ പറഞ്ഞു, നമുക്കിതിന് ഹൃദയപൂർവ്വം എന്ന് പേരിട്ടാലോ? ഓ അങ്ങനെയാണ്. അങ്ങനെയാണ് ഹൃദയപൂർവ്വം എന്ന് പേരിട്ടത്. ഇത് ഈ സിനിമയിൽ സത്യേട്ടൻ്റെ 2 മക്കളും അഖിലും അനൂപും. അഖിലിൻ്റെ കഥയും അനൂപ് ചീഫ് അസോസിയേറ്റുമാണ്. ഒരു മക്കളും എല്ലാം കൂടെ, അതായത് അന്തിക്കാട്ടെ പതാക ഇങ്ങനെ ഇവരിലൂടെ ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ കുടുംബ സിനിമയാണ്. കാരണം ഇവർ രണ്ടുപേരും ഇപ്പൊ അനൂപ് ഭരണ ആവശ്യമുണ്ട് എടുത്തു, അഖില് പാച്ചു അത്ഭുത വിളക്കും എടുത്തു. അന്നേരം അന്തിക്കാട്ടെ കൊടി ഇങ്ങനെ പാറി പറക്കുകയാണ്. ഈ ഓണത്തിന് ഒരു കുടുംബസമേതമാണ് അല്ലേ? അതെന്റെ എനിക്ക് തോന്നുന്നു മറ്റുള്ളവർക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണ്. അതെ, ഞാനൊരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ ഇവർ സിനിമയിലേക്ക് വരുന്നു, ഇവർ രണ്ടുപേരും സിനിമാ സംവിധായകരാകുന്നു ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു സത്യേട്ടൻ അവരെ രണ്ടുപേരെയും അവിടെ അന്തിക്കാട്ട് ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ, മലയാളം മീഡിയത്തിൽ പഠിപ്പിച്ചപ്പോൾ പലരും പറഞ്ഞ് ഇവരെയൊക്കെ കുറെ കൂടെ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ വിട്ട് പഠിപ്പിച്ചു. പക്ഷെ അവിടെ പഠിച്ചതുകൊണ്ട് ഇവർക്ക് എഴുതുന്ന കാര്യത്തിലും വായനയിലുണ്ടായിരുന്ന അവരുടെ താല്പര്യം എല്ലാം കൂടി ഇപ്പം വലിയ രീതിയിൽ വന്നില്ലേ? അതെ അതെ അതെ. അത് മാത്രമല്ല ഈ റിയൽ ലൈഫ് കണ്ടു പഠിക്കാമല്ലോ. ഇപ്പോൾ ബസ്സിലൊക്കെ ഇടിച്ച് കയറി സ്കൂളിൽ കോളേജിൽ പോവുക, സ്കൂളിൽ പോവുക, പിന്നെ അവിടുത്തെ തോന്നുന്ന അപ്പോൾ പഠിക്കാൻ മാത്രമുള്ളതല്ലാതെ അതിനപ്പുറത്ത് കുറേ കിട്ടുന്ന ഈ ഗവൺമെൻറ് സ്കൂളിൽ കിട്ടുന്ന ഗുണങ്ങൾ അങ്ങനെയാണ്. അപ്പം എൻ്റെ അടുത്ത് ദാമോദരൻ മാഷ്, ശ്രീനിവാസനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കണം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ധാരാളം ആളുകൾ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർ നമ്മളെ കണ്ണിൻ്റെ മുമ്പിൽ ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ നന്നാവുന്നവന് എവിടെയെങ്കിലും നന്നാവാം. പക്ഷെ അതുകൊണ്ട് രാജേഷ് പറഞ്ഞ ഗുണം കിട്ടിയത് അവർ 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും എസ്കേപ്പ് കാർഡും MT ഒക്കെ വായിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് അവർക്ക് പിൽക്കാലത്ത് ഒരു സിനിമാ ഡയറക്ടേഴ്സ് ആവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീട് അവർ IT മേഖലയിലൊക്കെ അവരെല്ലാം ആ രീതിയിൽ പഠിച്ച് ഇംഗ്ലീഷും എല്ലാം വശമാക്കി. അതെ അതെ അതെ. പിന്നെ അവർക്ക് എഴുതാനുള്ള ഒരു വലിയൊരു അടിസ്ഥാനമായി ഇത് മാറി അല്ലേ? അതെ, അത് നമ്മളറിയാതെ കിട്ടുന്ന ഒരു ഇതാണ്. കാരണം എൻ്റെ പുസ്തകങ്ങളൊക്കെ ഒരു ഇടയ്ക്ക് വായിക്കും. ഒരു വായനാശീലം 3 പേർക്കും ഉണ്ടായിരുന്നു. എനിക്ക് 3 കുട്ടികളാണ്. ഇവർ 2 പേരും രണ്ടാമത്തെ ട്വിൻസ്. സിനിമയിലാണ്. ഒരാൾ അരുൺ അല്ലേ? അരുൺ ബിസിനസ്സാണ്. അദ്ദേഹത്തിന് സിനിമയിൽ താല്പര്യമില്ലേ? അവന് സിനിമയിൽ തീരെ താല്പര്യമില്ല. അവനാണ് പക്ഷേ ഏറ്റവും നല്ല ഈ സിനിമ പ്രേക്ഷകനും സിനിമയുടെ ക്രിട്ടിക്കും ഏറ്റവും വലിയ ഹ്യൂമറും അവനാണ്. ഇപ്പം ഈ ഹൃദയപൂർവ്വത്തിൻ്റെ ടീസർ ഭയങ്കരമായിട്ട് പേര്. അപ്പോൾ ടീസർ ചെയ്തത് അനൂപാണ്. ഈ ടീസർ ചെയ്തത്. അപ്പോൾ അനൂപ് ടീസർ അയച്ചിട്ട് അതിൻ്റെ അപ്രൂവലിന് എനിക്ക് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കൊടുക്കണോ? കാര്യം ഇതിലിങ്ങനെ മോഹൻലാൽ ഫഫ എന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നീ വേറൊരു ടീച്ചർ കൂടി ട്രൈ ചെയ്യാൻ പറഞ്ഞു ഞാൻ അനൂപിൻ്റെ അടുത്ത്. അപ്പോൾ അരുൺ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അവനിത് കണ്ടിട്ട് പറഞ്ഞു, അച്ഛാ ഇതല്ലേ ടീച്ചർ, ഇതാണല്ലോ അട്രാക്ഷൻ, ഇതാണ്. അപ്പോൾ അവന് ഹ്യൂമറിന് ഭയങ്കര അരുൺ പറയാണ് മൂത്തോൻ. അപ്പോൾ ഇവൻ അനൂപ് അവനെ ചേട്ടനെ വിളിച്ച് നന്ദി പറഞ്ഞു. നീ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അച്ഛൻ റിജക്ട് ചെയ്തേനെ. അല്ല, അതിൻ്റെ ഈ ഫഫ എന്ന് പറയുമ്പോൾ ഒരു ക്യൂരിയോസിറ്റിയോടെ വളർത്തുന്നുണ്ട്. ഇതിൽ ഫഹദ് ഫാസിലാണോ? ഫഹദ് ഫാസിൽ ഇതിലൊന്നുമില്ല. അല്ല, പക്ഷേ ആ ഒരു ഇതിപ്പോൾ മോഹൻലാൽ പറയുന്നത് അതിനെക്കാട്ടി വലിയ നടന്മാരും ഉണ്ട് ഉണ്ടായിരുന്നു. ശരിക്കും അന്നേരം ഹൃദയപൂർവ്വത്തിലേക്ക് വരും മുമ്പ് ഇടയ്ക്ക് ഫഹദ് ഫാസിലിനെ കുറിച്ച് ഇപ്പോൾ ഫഹദ് ഫാസിലിൻ്റെ പല ഇപ്പോൾ ദിലീഷ് പോത്തൻ്റെ സിനിമകൾ അല്ലെ ശ്യാം പുഷ്കറിൻ്റെ അതിലൂടെയൊക്കെ വലിയ രീതിയിൽ ഫഹദ് ഫാസിൽ എന്ന നടനെ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോഴും ഇന്ത്യൻ പ്രണയകഥ, ഞാൻ പ്രകാശൻ, ശരിക്കും ആ ഒരു നടൻ്റെ ആ ഒരു ഒറിജിനാലിറ്റി പുറത്തു കൊണ്ടുവന്നത് സത്യേട്ടനാണ്. ആ ഒരു നടനെ എങ്ങനെ കാണുന്നു? അല്ല, ഈ ഫഹദ് ഫാസിലിന് എനിക്ക് വളരെ മുമ്പ് തന്നെ ഫഹദ് ഫാസിലിൻ്റെ ഒരു ടാലൻറ്റിനെ പറ്റി എനിക്ക് തോന്നലുണ്ടായിരുന്നു. ഞാൻ ഫാസിലിനോട് പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഫാസിലിൻ്റെ വീട്ടിൽ ഞാൻ നമ്പർ 1 സ്നേഹതീരമൊക്കെ ഫാസിലാണ് അതിൻ്റെ വർക്കിനൊക്കെ പോകുമ്പോൾ കുട്ടിയാണ്. അപ്പോൾ ഇവൻ്റെ ഒരു ചേഷ്ടകളും ഇവൻ്റെ ഒരു മുഖവും കണ്ണും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യും. ഞാൻ പണ്ട് പറഞ്ഞിട്ട് ഇവനെ അഭിനയിപ്പിക്കാട്ടോ ഫാസിലെ എന്ന് പറഞ്ഞാൽ അവൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞു പുള്ളി. അത് കഴിഞ്ഞിട്ട് ഈ രഞ്ജിത്ത് ചെയ്തൊരു 10 കഥകളുടെ ഒരു കേരള കഫേ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് എനിക്ക് ഇവനും ഭയങ്കര ഇഷ്ടമായി. വൃത്തം ചെയ്യാൻ
അപ്പോൾ ഞാൻ ഫാസിലിനെ വിളിച്ചോട് പറഞ്ഞു, ഞാൻ കഥ തുടരുന്നു ചെയ്യുന്ന സമയമാണ്, അപ്പോൾ ഇവനെ ഞാനൊന്ന് അഭിനയിപ്പിച്ചേക്കും. അപ്പോൾ അവൻ എന്നെ ഞങ്ങൾ കണ്ടു സംസാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഒരു ചെറിയ റോളിൽ വരേണ്ട ആളല്ല, ഇവനെ നമുക്ക് പിന്നീട് ഉപയോഗിക്കാം എന്ന് വെച്ചിട്ട് അന്ന് തൊട്ട് ഈ പുള്ളിയുള്ള ഒരു പ്രതിഭ എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ഫഹദ് അഭിനയിക്കുന്നത് കണ്ടിട്ട് നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടല്ലോ. ഈ മോഹൻലാലിനെ നമ്മൾ ആദ്യം കാണുമ്പോൾ നോട്ട് ചെയ്ത പോലെ തന്നെ ശ്രദ്ധിച്ച ഒരു ആക്ടറാണ് ഫഹദ് ഫാസിൽ. അപ്പം ഇന്ത്യൻ പ്രണയത ചെയ്യുന്ന സമയത്ത് വെച്ചാൽ പുള്ളി കുറച്ച് ഹൈടെക് ഒരു ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ബർമുടക്കിട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. ഒരു മുണ്ടും ഷർട്ടും ഇട്ടിട്ട് ശരിക്കുള്ള ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഒരു വലിയ പരിണാമമായിരുന്നു. അതെ 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 അതെ. അപ്പോൾ ഞാനും ഇക്ബാൽ കുറ്റിപ്പുറാണ് അത് എഴുതിയത്. ഇക്ബാലിനോട് ഞാൻ പറഞ്ഞു നമുക്ക് ഫഹദിനെ ഒരു അപ്പിയറൻസ് വേറെ കൊടുക്കാം, ഒരു ഖദർ മുണ്ടും ഷർട്ടും, ഒരു യൂത്ത് കോൺഗ്രസ് സാറിൻ്റെ പ്രതിനിധി എന്നൊക്കെ വന്നിട്ട് അത് എന്തൊരു മനോഹരമായിട്ടാണ് പുള്ളി ചെയ്തത്. ഐമനം സിദ്ധാർത്ഥൻ. അല്ല, ആ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അത് ഒരു ആദർശവും അതേസമയം ഒരുപാട് മോഹങ്ങളും ഉള്ള ഒരു യുവ നേതാവായിട്ടാണ് വരുന്നത്. പക്ഷെ ഗാന്ധിജിയെ അവിടെയും സത്യേട്ടൻ അവതരിപ്പിച്ചു. ഇതിനു മുമ്പ് നാടോടിക്കാറ്റ് എന്നുള്ള സിനിമയിൽ ഇവര് പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ഒരുപാട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇതിപ്പോ ഇവരെ ഇറക്കി വിടുവോ അല്ല പിടിക്കുമോ എന്നുള്ളത് ഇരുന്നപ്പോ ഫോട്ടോ മതിലേൽ ഇങ്ങനെ ഗാന്ധിജിയുടെ ഫോട്ടോ കാണുമ്പോൾ വളരെ ആശ്വാസം കൊണ്ടൊരു ചിരി ചിരി. ഗാന്ധിജി ആണോ ശരിക്കും ഒരു മോഡൽ? അല്ല, ഗാന്ധിജി ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും പഠിക്കാൻ ശ്രമിക്കുകയും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുകയും ചെയ്ത ഒരു നേതാവ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളൊരു ആത്മീയ ഗുരുവാണ്. ഗാന്ധിയെ പറ്റി കൂടുതൽ മനസ്സിലാക്കും തോറും നമുക്ക് ഗാന്ധിസത്തിനോട്, അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഗാന്ധിയെ പോലെ ആവാൻ സാധിക്കില്ല. പക്ഷേ ആ ഒരു മനുഷ്യൻ ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പുള്ളിയുടെ സ്വന്തം ജീവിതം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു രീതിയുണ്ട്, അത് നമുക്ക് അനുകരിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ മഹത്താണ്. ഒരുപക്ഷെ സിനിമയുടെ ആഡംബരത്തിൽ അഭിരമിക്കാതെ അന്തിക്കാട്ടെ ഗ്രാമത്തിൽ തന്നെ ഇപ്പോഴും താമസിക്കുകയും നല്ല ശീലങ്ങൾ വെച്ച് പുലർത്തുകയും ചെയ്യുന്നതൊക്കെ ഈ ലളിത ജീവിതം നയിക്കുന്നതുമൊക്കെ അതിൻ്റെ ഒരു സ്വാധീനം കൂടെ ആയിരിക്കത്തില്ല ഗാന്ധിജി? അത് അറിയാതെ സംഭവിക്കുന്നു. നമുക്ക് നാളെ തൊട്ട് ലളിത ജീവിതം ആരംഭിക്കാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ജീവിതമാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്നുണ്ട്. ഇപ്പോൾ അന്തിക്കാട് ഇപ്പോൾ സിനിമ ഇല്ലാത്ത സമയത്ത് മുഴുവൻ വീട്ടിൽ തന്നെയാണ്, അന്തിക്കാടും പരിസരത്തും ഒക്കെയാണ്. അത് മനഃപൂർവ്വം അങ്ങനെ ഒരു പരിണമിക്കാമെന്ന് വിചാരിച്ചിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആണ് എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ കുട്ടികളും. കൃഷിയും. അന്തിക്കാട് ഒരു കാർഷിക ഗ്രാമമാണ്. അപ്പം ഞാൻ അന്ന് ഈ മദ്രാസിൽ ഡയറക്ഷൻ പഠിക്കാൻ പോയ സമയത്ത് തന്നെ ഞാൻ ആലോചിച്ചിരുന്നു, ഒരു സ്വന്തം തീരുമാനങ്ങൾക്ക് ഒരു വാല്യൂ വരുന്ന കാലത്ത്, അതായത് ഞാൻ എങ്ങനെ സിനിമ ചെയ്യാം ഇതൊക്കെ എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്നൊരവസ്ഥയാൽ ഞാൻ നാട്ടിൽ സെറ്റിൽ ചെയ്യാം എന്ന് പണ്ട് തൊട്ടേ വിചാരിച്ചിരുന്നു. അതെ. ഹൃദയപൂർവ്വത്തിൽ മാളവിക മോഹനാണോ നായിക? അതെ അതെ അതെ, മാളവിക. അതുപോലെ സംഗീത് പ്രതാപ്, അതിൻ്റെ പുതിയ തലമുറയിലെ സംഗീതം വെളിപ്പെടുത്താവുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ്? അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഒരു 2 ജനറേഷനാണ്. അപ്പം മോഹൻലാലും ഉണ്ട്, സിദ്ദിഖ് ഉണ്ട്, ലാലു ലസ് ഉണ്ട്, ജനാർദ്ദനുണ്ട്. അതേസമയം തന്നെ പുതിയ തലമുറയിലെ സംഗീത് പ്രതാപും മാളവിക മോഹനും, പിന്നെ കുറേ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ഇടുന്ന പുതിയ പിള്ളേരുണ്ട്, 2-3 പിള്ളേരുണ്ട്. ഈ താഹയുടെ മകൻ, പിന്നെ ദേവരാജൻ, അങ്ങനെയൊക്കെയുള്ള അവരൊക്കെ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഒരു സത്യസന്ധത പാലിക്കാൻ നമുക്ക് ഇവരൊക്കെ ഉപയോഗിക്കാം. പിന്നെ മോഹൻലാലിൻ്റെ കൂടെ സംഗീത് പ്രതാപ് വരുമ്പോൾ ഒരു ഡിഫറെൻറ്റ് കോമ്പിനേഷൻ വരികയാണ്. ഇപ്പോൾ പണ്ട് മോഹൻലാലും ജഗതി, അല്ലെങ്കിൽ മോഹൻലാലും ശ്രീനിവാസനും ഒക്കെ ഉണ്ടായിരുന്ന പോലെ ഈ അമൽ ഡേവിസ് എന്നുള്ള ക്യാരക്ടറോട് പ്രേമലുവിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആകർഷിച്ച ഒരു നടനാണ് സംഗീത്. അപ്പം സംഗീതും ലാലും കൂടി വരുമ്പോൾ കോമ്പിനേഷൻ ഈ പടത്തിലെ ഹൈലൈറ്റാണ്. കാര്യം സ്വാഭാവികമായ അഭിനയത്തിൻ്റെ ഉസ്താദുകളാണ് രണ്ടാളും. ലാലിൻ്റെ കൂടെ ഒപ്പം നിൽക്കാൻ ഇവന് സാധിക്കുന്നു. അതിന് മോഹൻലാലിനെയാണ് അതിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. കാര്യം സംഗീതത്തിന് ആദ്യം ഒരു അകൽച്ച, ദൂരെ ലാൽ സാറിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. ആദ്യ ദിവസം തൊട്ട് ലാൽ അതങ്ങോട്ട് ക്ലോസ് ചെയ്ത് മാറ്റിയെടുത്തു. അതായത് മാളവിയോടും സംഗീതനോടും പുള്ളി പറഞ്ഞത് നിങ്ങളുടെ അച്ഛന്മാരെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. മാളവിയുടെ അച്ഛൻ കെ യു മോഹനൻ വളരെ ഫേമസ് ക്യാമറമാനാണ്. സംഗീതിൻ്റെ അച്ഛൻ പ്രതാപൻ ജയനമേഴ്സിൻ്റെ കൂടെ ക്യാമറ യൂണിറ്റിലുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഇവരെ കൂടെ അന്ന് തൊട്ട് ഒരു ഫ്രണ്ട്സായി. സംഗീതം ഏറ്റവും കൂടുതൽ ചിരിച്ചത് മുഴുവൻ ലാലിൻ്റെ കൂടെയുള്ള സീക്വൻസുകളിലാണ്. അപ്പോൾ ഇവർ ഫ്രീ ആകുമ്പോഴാണ് ഇവരിൽ നിന്ന് കൂടുതൽ ഇത് കിട്ടുന്നത്. ഈ കുടുംബാന്തരീക്ഷം സിനിമയിൽ മാത്രമല്ല ലൊക്കേഷനിൽ പോലും സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്? അത് അങ്ങനെ സൃഷ്ടിച്ചു പോകുന്ന കാര്യം, ഞാൻ എപ്പോഴും ഒരു സിനിമ ചെയ്യുന്നു, അതിൻ്റെ ഡയറക്ടർ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ തൊപ്പിയണിഞ്ഞ് നിൽക്കുന്ന ഒരാളൊരു സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടിയാണ് സിനിമ. അത് എൻ്റെ മനസ്സിലുള്ള ഒരു ആശയമാണ് സിനിമയായി മാറുന്നത്. ഞാനാണ് ഒരു ഡയറക്ടർ കാഴ്ചപ്പാടിലാണ്. പക്ഷെ അതിന് ഞാൻ മാത്രം വിചാരിച്ചാൽ പോരല്ലോ, ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷൻസും ആ സിനിമയിലുണ്ടാവണം. അപ്പോൾ നമ്മുടെ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ
ലൈറ്റ് ബോയ് ആണെങ്കിലും സെറ്റ് ബോയ് ആണെങ്കിലും ആർട്ട് അസിസ്റ്റൻ്റ് ആണെങ്കിലും മേക്കപ്പ് ചെയ്യുന്നവനാണെങ്കിലും എല്ലാവരും എന്നോട് വളരെ ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റും. അവർക്ക് നിർദ്ദേശങ്ങൾ ഞാൻ സ്വീകരിക്കാറുണ്ട്. അങ്ങനെ ഒരു കുടുംബാന്തരീക്ഷം കുടുംബാന്തരീക്ഷം ആയി പോവാം എങ്കിലും അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ രാവിലെ ആയാൽ ഷൂട്ടിങ്ങിന് പോകാൻ നമുക്ക് തിരക്ക് തോന്നാണ്. അതൊരു ജോലിയല്ല. അത് ഒരു ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതൊരു ജോലിയല്ലാതെ വന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വരെ അതൊരു വലിപ്പമൊന്നുമല്ല കേട്ടോ, ഒരു സിനിമയുടെ എൻഡിൽ ഫിലിം ബൈ സത്യനന്ദിക്കാണെന്ന് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. കാരണം അതെൻ്റെ മാത്രമല്ല, എല്ലാവരും കൂടി ടീമിൻ്റെയാണ്. പക്ഷെ അത് വെക്കുന്നത് തെറ്റൊന്നുമല്ല. അനൂപും അഖിലൊക്കെ വെക്കാറുണ്ട്, അത് വേറെ കാര്യം. അത് വെക്കുന്നതുകൊണ്ട് ഒരു അപകടമില്ല, അവരുടെ തന്നെയാണല്ലോ. ഞാനത് ചെയ്യാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കുടുംബം, സ്നേഹം, നർമ്മം, ജയപരാജയങ്ങൾ, അവസാനം ഒരു വിജയം എന്നിങ്ങനെ ഒരു വിമർശനത്തോടെ ചിലർ സത്യേട്ടൻ്റെ സിനിമകളെ കാണാറുണ്ട്. പക്ഷേ ഒരു പ്രേക്ഷകൻ്റെ മനസ്സിൽ പതിയുന്ന രീതിയിൽ ആ ദൃശ്യാവിഷ്കാരം, ഇപ്പം തിരക്കഥകളുണ്ട്, അഭിനേതാക്കളുടെ അഭിനയമുണ്ട്, ആ ദൃശ്യാവിഷ്കാരം ഇത്രയും ഭംഗിയായി നിർവഹിക്കുന്ന സംവിധായകൻ്റെ റോൾ, അതുകൊണ്ടാണല്ലോ ഈ സിനിമ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതും വൻ വിജയമായി മാറുന്നതും. അതുപോലെ ഈ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറുന്ന രീതിയിൽ ഇത് ആവിഷ്കരിക്കുന്നു. അത് ലളിതമായി ആവിഷ്കരിക്കുന്നു. ലളിതമായി കാര്യങ്ങൾ പറയുക എന്നുള്ള എളുപ്പമല്ല, ചിരിപ്പിക്കുക എന്നുള്ളത് എളുപ്പമല്ല. എന്താണ് ഈ മാജിക്? അല്ല, പ്രധാനമായിട്ടും ഞാൻ അതിന് പ്രത്യേകിച്ചൊരു എഫർട്ട് എടുക്കുന്നില്ല എന്നുള്ളത്. അപ്പം ഞാൻ ജീവിതത്തിൽ തന്നെ വളരെ ലൈറ്റർ മൂമെൻറ്റുകൾ ആസ്വദിക്കുന്ന ആളാണ്. ഇപ്പോൾ എനിക്ക് തമാശ പറയാനും അങ്ങനത്തെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ചില മണ്ടത്തരങ്ങളായാലും അല്ലെങ്കിൽ ചില നല്ല കാര്യങ്ങളായാലും സ്വദേശമായ കാര്യങ്ങളായാലും അതൊക്കെ ഞാൻ സിനിമ ചെയ്യുമ്പോൾ കടന്നു വരും. അതുകൊണ്ടാണ് എൻ്റെ നാട്ടിലെ ചില ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ഒരു ചായപ്പീടിയ സെറ്റ് ഇടണമെങ്കിൽ ഞാൻ അന്തിക്കാരിലൊരു ചായപ്പീടിയ എൻ്റെ മനസ്സിൽ വരും. അതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കണ്ടുപരിചയമുള്ള കാര്യങ്ങളാണ് എൻ്റെ സിനിമയിൽ കൂടുതൽ ഉൾപ്പെടുത്താറുള്ളൂ. പിന്നെ മറ്റതൊക്കെ ഒരാളുടെ വ്യക്തിത്വമാണ്. അതിൽ നമുക്ക് ബോധപൂർവം നമുക്ക് ഒരു കുടുംബാന്തരീക്ഷം സിനിമയിലുണ്ടാക്കാം, അല്ലെങ്കിൽ കുറേ തമാശയിലൂടെ കാര്യം പറയാം എന്നുള്ളത് നമ്മളെ പറ്റി ചിന്തിക്കാറില്ല. പക്ഷേ ഒറ്റ കാര്യം ഞാൻ ശ്രദ്ധിക്കാറുള്ളത്, ഹ്യൂമറിലൂടെ ഒരു സീരിയസ് വിഷയം പറയുന്നതാണ് എപ്പോഴും പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക് എത്തുക. ഒരു സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അത് എത്തും, പക്ഷെ അതിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. ഇത് ടോട്ടൽ ഓഡിയൻസിന് അതിൻ്റെ കൂടെ കയറണമെങ്കിൽ അതിന് ഒരു വേദനയുടെ അണ്ടർലൈൻ ഉണ്ടായാൽ തന്നെയും തമാശയുടെ ഒരു പരിവേഷം ഉണ്ടാകുമ്പോൾ ആളുകൾ കൂടുതൽ ആസ്വദിക്കും. സിനിമ തുടങ്ങി വെച്ചാൽ തന്നെ രസിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അതെ. അല്ല, ഞാൻ ചെയ്തിട്ടുള്ള പല ഹ്യൂമർ സിനിമകളും വളരെ തീവ്രമായ വിഷയമുള്ളതാണ്. ഇപ്പോൾ തൊഴിലില്ലാത്ത 2 ചെറുപ്പക്കാരുടെ ധർമ്മസങ്കടത്തിൻ്റെ കഥയാണ് നാടോടിക്കാറ്റ്. അവർ സ്ട്രഗിൾ ചെയ്യാണ്, മനസ്സിലായില്ലേ? ആ തൊഴിലില്ലായ്മ തന്നെയാണ് വേറെ രൂപത്തിൽ ഗാന്ധിയാറിൽ സ്വന്തം കാമുകി താമസിക്കുന്ന തലമുറയുടെ ഏറ്റവും വലിയ വിഷയം അതായിരുന്നു. അതെ. സ്വന്തം കാമുകി താമസിക്കുന്ന ഒരു കോളനിയിൽ ഗൂർക്കയായിട്ട് വേഷമിടേണ്ടി വരുന്ന ഒരാളുടെ സങ്കടങ്ങളാണ്. പക്ഷെ അത് ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ ഇത്രയും ആസ്വദിക്കണമെന്നില്ല. അപ്പം അതിനെ ഹ്യൂമറസ് ആയിട്ട് ചെയ്യുന്നു. എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം കിട്ടിയ ശ്രീനിവാസനെ പോലെ ഒരാൾ എൻ്റെ കൂടെ കിട്ടി. അതൊരു വലിയ കൂട്ടുകാർ. അതിലേക്ക് വരാം. ഈ ഹൃദയപൂർവ്വത്തിൽ ക്യാമറ വർക്ക് ചെയ്യുന്നവരാണ് അനു മൂത്തടുത്താണ്. ഈ ഹൃദയപൂർവ്വത്തിനുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെ വർക്ക് ചെയ്തതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് കുറച്ച് യുവാക്കളുടെ ഒരു സംഗമം കൂടിയാണത്. ഒന്ന് എൻ്റെ മകൻ്റെ കഥ, അഖിലാണ് ഇതിൻ്റെ ആശയം എന്നോട് പറഞ്ഞത്. ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനൊരു ആശയം, അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ അവൻ അതിൻ്റെ ഒരു കഥയുടെ രൂപം ഉണ്ടാക്കി. അപ്പോൾ അനൂപുണ്ട്, അനൂപിൻ്റെ അടുത്തും ഞാൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇവർ രണ്ടുപേരും അവരെ സ്വന്തം പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അഖിൽ സർവമായ എന്നുള്ള സിനിമയുടെ വർക്കുകൾ തുടങ്ങി, അനൂപ് പുതിയൊരു സിനിമയുടെ ജോലിയിലേക്ക് കയറുകയാണ്. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ എനിക്ക് ഇവരെ ഡിസ്കസ് ചെയ്യാൻ കിട്ടില്ല. അപ്പോൾ സോനു TP എന്ന് പറഞ്ഞൊരു പയ്യൻ, ചെറുപ്പക്കാരനാണ്, ഒരു 10-30 വയസ്സായ ചെറുപ്പക്കാരൻ. അപ്പോൾ സോനുവിനെ ഞാൻ നോട്ട് ചെയ്തിരുന്നത് സോനുവിൻ്റെ ഒരു ഡോക്യുമെൻ്ററി അല്ല, ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ്. നൈറ്റ് കോൾ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലെപ്പോഴുള്ള ഒരു ഷോർട്ട് ഫിലിം. പിന്നെ ഒരാളെ മാത്രമേ ഉള്ളൂ ആ സിനിമയിൽ. എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. സോനു TPനെ ഞാൻ തേടി പിടിച്ചതാണ്. നമ്മുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചാൻസ് വെച്ച് വരും തിരക്കഥ എഴുതാനും ഒക്കെ ആയിട്ട്. അവരിലേക്കൊന്നും ഞാൻ പോയില്ല. ഈ ഒരിക്കൽ പോലും ചാൻസ് വയ്ക്കാത്ത സോനുവിനെ ഞാൻ അന്വേഷിച്ചു. അപ്പോൾ അതിശയിച്ച് പോയി. അത് ഷോക്കായി പോയിട്ടുണ്ടോ. കാഞ്ഞിരപ്പള്ളിയിലാണ് വിളിച്ച് പുള്ളി വന്നു. അപ്പോൾ പുള്ളിയോട് ഞാൻ അതിനെപ്പറ്റി സംസാരിച്ച് ഞാൻ സോനുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ചെറിയ ആശയം പറയാം, അതിലൊരു സിനിമയുടെ സ്കോപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ട് അതിൻ്റെ തിരക്കഥയുടെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അഖിൽ, അനൂപ്, സോനു, പുതിയ ക്യാമറാമാൻ അനു മൂത്തടുത്ത്. അനുവിനെ ഞാൻ ശ്രദ്ധിക്കുന്നത് സൂഫിയും സ്വജാതയും എന്നുള്ള പടത്തിൻ്റെ ക്യാമറ, പിന്നെ അധീരൻ, ഇപ്പോൾ ഈ പടക്കളം, അതൊക്കെ പുള്ളി ചെയ്തതാണ്. പടക്കളം പിന്നീടാണ് റിലീസ് ചെയ്തത്. അപ്പോൾ ഈ 2 സിനിമയും എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിട്ടുള്ളതാണ്. സംഗീതം
സംഗീതം ജസ്റ്റിൻ പ്രഭാകർ, അതും പുതിയതാണ്. അത് പാച്ചു അത്ഭുതവിളക്കിലും അഖിൽ, അയാൾ തമിഴിലും തെലുങ്കിലൊക്കെ ചെയ്യുന്ന ആളാണ്, ചെറുപ്പക്കാരൻ പയ്യനാണ്. SPBയുടെ മകൻ പാടുന്നുണ്ട്. SPBയുടെ മകൻ ഒരു പാട്ട് പാടുന്നുണ്ട്, SPB ചരൺ. SPB ചരൺ. അതെ 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 അതെ. എനിക്ക് തോന്നുന്നു ഒരു സർപ്രൈസ് ആയിട്ടൊരു ഗായകനും വരുന്നുണ്ട്. അത് വളരെ എനിക്ക് മലയാളികൾക്ക് വളരെ സുപരിചിതനായ, യൂട്യൂബിലൊക്കെ ധാരാളം കേൾക്കുന്ന നവനീത് ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം ഒരു പാട്ട് പാടി. അദ്ദേഹം സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ സോളോ സോങ് ഉണ്ട്. നവനീത് പക്ഷേ അത് വലിയൊരു ഓപ്പണിംഗ് ആണല്ലോ. അതെ അതെ അതെ. കാരണം പഴയ പാട്ടുകൾ, പ്രത്യേകിച്ച് ദേവരാം മാഷിന്റെയൊക്കെ പാട്ടുകൾ പാടി യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുക. അതെ 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 അതെ. അദ്ദേഹത്തിന്റെ സോളോ ഉണ്ട്. നവനീതിൻ്റെ പാട്ടുകളും നവനീത് പാട്ടിനെ പറ്റി നരേറ്റ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പലപ്പോഴും ഫോളോ ചെയ്യാറുണ്ട്. ഞാൻ മാത്രമല്ല, മോഹൻലാൽ അടക്കം അത് കാണാറുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ജസ്റ്റിൻ പ്രഭാകറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇയാളുടെ വോയിസ് കേൾക്കുമ്പോൾ ഞാൻ വീഡിയോ കാണിച്ചു കൊടുത്തു യൂട്യൂബിൽ. പുള്ളി പറഞ്ഞു, എനിക്കൊന്നു ശബ്ദം കേൾക്കാൻ പറ്റുമോ നേരിട്ട്. കേൾക്കാൻ വെച്ചാൽ നവനീത് താമസിക്കുന്നത് അമേരിക്കയിലാണ്. അതെ. അപ്പോൾ ഞാൻ നവനീതിൻ്റെ അച്ഛനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ വന്ന് ഈ വോയിസ് ടെസ്റ്റ് എടുത്ത ഉടനെ എൻ്റെ അടുത്ത് ജസ്റ്റിൻ ബ്രോ പറഞ്ഞു, നമുക്ക് വിട പറയാം എന്നുള്ള പാട്ട് നവനീതിനെ കൊണ്ട് പാടിപ്പിക്കാം. ആ വോയിസ് ടെസ്റ്റ് എടുത്ത ദിവസം തന്നെ പാട്ട് പാടിപ്പിക്കുകയാണ്. ആ ഒറ്റ വരവേ വന്നുള്ളൂ. പിറ്റേ ദിവസം തിരിച്ചുപോയി. പക്ഷെ ആ പാട്ട് പടത്തിലെ ഭയങ്കര രസകരമായ നവനീതിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓപ്പണിംഗ് ആണ്. നല്ല ഓപ്പണിംഗ് ആണ്. മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഓണത്തിന്. അതെ, സത്യേട്ടൻ്റെ സിനിമകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മലയാളികളുടെ ഒരു ജീവിതമാണ് അതിൽ അടിസ്ഥാനമായിട്ട് വരുന്നത്. ഈ 80കൾ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മലയാളികളുടെ ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് ഓരോ ചിത്രങ്ങളുടെയും പ്രമേയം, വ്യത്യസ്തമായിട്ടുള്ള രീതി. ആ ജീവിതത്തിൽ ഇപ്പം നമ്മൾ തലയണ മന്ത്രത്തിൽ കാഞ്ചനയെ കണ്ടു. കാഞ്ചനമാരൊക്കെ ഇപ്പോഴും ഉണ്ടോ? എന്ത് മാറ്റമാണ് ഈ ഒരു കാലയളവിൽ, അല്ലെ 82-ൽ നിന്ന് 2025-ലേക്ക് വരുമ്പോൾ മലയാളികളിൽ ഒരു പ്രകടമായിട്ട് വന്ന പ്രധാന മാറ്റം എന്താ? അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ അതിൻ്റെ ആത്മാവിൽ മാറ്റം ഉണ്ടാവില്ല, സത്തയിൽ മാറ്റം ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇപ്പോൾ കാഞ്ചനമാർ ചിലപ്പോൾ കുറവായിരിക്കാം, മനസ്സിലായില്ലേ? പിന്നെ അതായത് നമ്മുടെ ടോട്ടൽ സൊസൈറ്റി സമൂഹത്തിലുണ്ടാകുന്ന ടെക്നോളജിയുടെ വികാസം, നമ്മുടെ ജീവിതത്തിലുണ്ടായുള്ള സാമ്പത്തിക വളർച്ച, ഇതൊക്കെ ഇവരുടെ ക്യാരക്ടേഴ്സിനെ സ്വാധീനിക്കാറുണ്ട്. ഇപ്പോൾ ഇടത്തരം കുടുംബങ്ങളിലുണ്ടാകുന്ന ഇഷ്യൂസാണ് ഞാൻ കൂടുതൽ സിനിമയാക്കിയിട്ടുള്ളത്. ഇന്ന് ആ ഇടത്തരം കുടുംബങ്ങൾ എന്ന് പറയുന്നത് പലതും ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അതായത് ഒരു കുടുംബം, അതിലെ മോഹൻ കല്യാണം കഴിച്ചു, അവർ വേറൊരു ജീവിതമായിട്ട് തുടങ്ങുമായിരിക്കാം. അണുകുടുംബങ്ങളായിട്ട് വന്നു. അതിൻ്റെ ഗുണവും ദോഷവും ഉണ്ടാകും. അത് നമുക്കതിനെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അന്നത്തെ ഇതിൽ നിന്ന് എത്രത്തോളം വ്യത്യാസമുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റാത്തത്, ഞാനും അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ കുറുക്കൻ്റെ കല്യാണം തുടങ്ങിയ ആളല്ല ഈ ഹൃദയപൂർവ്വം ചെയ്യുന്ന സമയത്തുള്ളത്. എനിക്ക് ഞാനറിയാതെ ഉണ്ടായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഈ കാലഘട്ടങ്ങൾക്ക് അനുസൃതമായി വന്ന മാറ്റങ്ങൾ. അപ്പോൾ എനിക്കത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ട് വെച്ചാൽ, ഞാൻ ഈ നാട്ടിൽ തന്നെ ജീവിക്കുന്ന ഒരാളായതുകൊണ്ടും പിന്നെ സിനിമ കഴിയുന്ന സമയത്തും നമ്മളൊരു സിനിമക്കാരനായിട്ട് മാറി നിൽക്കാത്തത് കൊണ്ടുമാണ്. മലയാളികളിൽ കാപട്യം കൂടിയിട്ടുണ്ടോ? കാപട്ടി എന്നുണ്ടല്ലോ, പുതിയ കാര്യമല്ല. ഞാൻ ഈ ക്രിക്കറ്റിലെ ചില കളിക്കാരുമായിട്ട് വെച്ചൊന്ന് താരതമ്യം ചെയ്തു. ഇപ്പോൾ ഞാനൊക്കെ 82-ൽ കുറുക്കൻ്റെ കല്യാണമൊക്കെ കണ്ടപ്പോൾ ആ കാലഘട്ടത്തിൽ ക്രിക്കറ്റിൽ കളിക്കുന്ന ഒരു കളിക്കാരനായിരുന്നു വെങ് സർക്കാർ. വളരെ കൺസിസ്റ്റന്റ് പ്ലെയർ ആയിരുന്നു. അതിന് സത്യേട്ടൻ സിനിമയിൽ ഒരു കൺസിസ്റ്റന്റ് ഡയറക്ടറാണ്. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ രാഹുൽ ദ്രാവിഡ് വന്നു. അദ്ദേഹം ഒരു വാൾ, അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഒരു മതിൽ പോലെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ്. സത്യേട്ടൻ ആ കാലത്തെ ഇതും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നു. പിന്നീട് വിരാട് കോഹ്ലി വന്നു. വിരാട് കോഹ്ലി ആകുമ്പോൾ അദ്ദേഹം ഒരു ടീമിൽ മാത്രം, ഇപ്പോൾ ഇന്ത്യൻ ടീം കഴിഞ്ഞാൽ അയാൾ IPL ഒറ്റ ടീമിലെ കളിച്ചു. സത്യേട്ടൻ ഒരു 3 തലമുറകൾ ഇങ്ങനെ മാറുമ്പോഴും ആ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നു. ഈ തലമുറ മാറ്റം എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? പുതിയ കാലത്തിൻ്റെ ചിന്തയും വികാരങ്ങളും എങ്ങനെ മനസ്സിലാക്കുന്നു? അല്ല, ഒന്ന് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കുകയും ഈ പുതിയ ഫിലിം മേക്കേഴ്സിൻ്റെ സിനിമകളൊക്കെ കാണുകയും അതിൽ നല്ല സിനിമകൾ കാണുമ്പോൾ ഞാൻ അവരെ വിളിച്ച്, ഒരു പരിചയമില്ലാത്തെങ്കിൽ പോലും അവരെ അഭിനന്ദിക്കുകയും, ചിലപ്പോൾ അവരുടെ പടങ്ങളെപ്പറ്റി പരിചയമില്ലാത്ത ഫോൺ വിളിച്ച് കിട്ടാത്തവരാണെങ്കിൽ അവരെ പറ്റി ഫേസ്ബുക്കിൽ എഴുതുകയും ഒക്കെ ചെയ്ത് അവരുടെ കൂടെ ഞാൻ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും അതിൻ്റെ ഒരു ചെറുപ്പം അറിയാതെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു എന്നെ വിസ്മയിപ്പിക്കുന്നൊരു സിനിമ വന്നാൽ ഞാൻ ഒന്നുകിൽ അതിൻ്റെ ഫിലിം മേക്കറെ അന്വേഷിച്ച് ഫോൺ ചെയ്ത് എൻ്റെ അഭിനന്ദനം അറിയിക്കും. അതല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു ഫേസ്ബുക്കിൽ ഒരു നോട്ട് ചെയ്യും, ചിലപ്പോൾ അവരെന്നെ കോൺടാക്ട് ചെയ്യും. അതിൻ്റെ കാരണം അത് വലിയൊരു ഇൻസ്പിറേഷനാണ്. ഞാനതിൻ്റെ സുഖം അനുഭവിച്ചിട്ടുണ്ട്. കാര്യം അന്ന് മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലത്ത്, ലാൻഡ് ഫോൺ മാത്രമുള്ള സമയത്ത് എൻ്റെ നല്ല സിനിമകൾ ഇറങ്ങുമ്പോൾ എന്നെ ഭരതേട്ടൻ വിളിക്കുമായിരുന്നു, ഹരിഹരൻ വിളിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു സിനിമ റിലീസ് ചെയ്ത സമയത്ത് ഇപ്പോൾ വീണ്ടും ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഹരിഹരൻ്റെ കോൾ വരിക, അല്ലെങ്കിൽ ഭരതേട്ടൻ വിളിക്കടാ നന്നായിട്ടുണ്ട് അതിൻ്റെ പടം, ഗംഭീരമായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഊർജ്ജമുണ്ട്. അപ്പോൾ അത് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ പുതിയ
ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഡയറക്ടേഴ്സിൻ്റെ പ്രകടനം കാണുമ്പോൾ എനിക്ക് ഒരു മടിയില്ല അവരെ വിളിച്ചിട്ട് സംസാരിക്കാനും അഭിനന്ദിക്കാനും. ഞാനത് മനസ്സുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ കിഷ്കിന്താകാണ്ട് പടം വന്നു, ഞാൻ ആ വിജയരാമൻ്റെ നിന്ന് നമ്പർ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഡയറക്ടറെ വിളിച്ചിട്ട് അതെ ഞാൻ അയാളെ വിളിച്ച് അഭിനന്ദിച്ചു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് റോന്ത് എന്നുള്ള സിനിമയിൽ ദിലീഷ് ബോധൻ്റെ പെർഫോമൻസ് കണ്ടു, അന്തപ്പെട്ടു പോയി. ഞാൻ ദിലീഷിനെ വിളിച്ച് ദിലീഷിന് മെസ്സേജ് അയച്ചപ്പോൾ ദിലീഷ് എന്നെ തിരിച്ചു വിളിച്ചു. അപ്പോൾ ഞാൻ ഈ പുതിയ തലമുറയിലെ എല്ലാ കലാകാരന്മാരോടും കൂടെ മിങ്കിൾ ചെയ്യുന്ന ഒരാളാണ്. കാരണം എൻ്റെ വീട്ടിൽ തന്നെ 2 പേര് ചെറുപ്പക്കാരും ഉണ്ട്. അതെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പഴയ നിന്നിട്ട് പുതിയ തലമുറയെ നോക്കിക്കാണുകയല്ല ചെയ്യുന്നത്, അവരോടൊപ്പം സഞ്ചരിക്കുന്ന അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതായിരിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കുറുക്കൻ്റെ കല്യാണോ അല്ലെങ്കിൽ കിന്നാരോ ചെയ്തിരുന്ന പോലെ ആയിരിക്കില്ല ഞാനിപ്പോൾ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഓഡിയൻസ് ഞാൻ പറഞ്ഞു, ഈ 3 കാലഘട്ടത്തെ ക്രിക്കറ്റ് താരങ്ങളുടെ ഒരുപോലെ താരതമ്യപ്പെടുത്തിയ അതാണ്. ആ ഒരു കാലത്തിനനുസരിച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഇപ്പൊ മറ്റൊരു കാര്യം, ഇപ്പൊ 82-ലാണ് കുറുക്കൻ്റെ കല്യാണം വന്നതെങ്കിലും 70-കളുടെ പകുതിയോടുകൂടി ഈ ഡോക്ടർ ബാലകൃഷ്ണൻ്റെയൊക്കെ ഒപ്പം പ്രവർത്തിച്ചു തുടങ്ങി. ആ ഒരു 70-കളുടെ ഒടുക്കത്തിലായിരുന്നു ഭരതേട്ടൻ അല്ലെങ്കിൽ പത്മരാജൻ, മോഹൻ, ഇവരൊക്കെ വന്ന് സത്യേട്ടൻ 82 ഡയറക്ടറായിട്ടുണ്ട്. അന്ന് ഒരു മലയാള സിനിമയുടെ ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് പറയുന്ന ഒരു കാലഘട്ടം. ഇവരുടെയൊക്കെ സിനിമ കാണുമ്പോൾ എന്താ തോന്നിയത്? പക്ഷേ സത്യേട്ടൻ സ്വന്തം ട്രാക്കിലൂടെ അല്ലെങ്കിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച് ആ വഴിക്ക് പോവുകയും ചെയ്തു. ഇവരുടെ സിനിമ ഏതെങ്കിലും രീതിയിൽ എന്താ ഇനിയുള്ള കാലത്ത് നമ്മുടെ ചിന്ത മാറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്കണ്ഠ അങ്ങനെ എന്തെങ്കിലും അന്ന് ആ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഈ ഇപ്പം ഭരതേട്ടൻ്റെയും അല്ലെങ്കിൽ KG ജോർജിൻ്റെയും അല്ലെങ്കിൽ മോഹൻ്റെയും ഒക്കെ പത്മരാജൻ്റെ ഒക്കെ കഥകളും സിനിമകളും നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്നതാണ്. അത് അവർ മഹാന്മാരായ കലാകാരന്മാരാണ്. അവരുടെ സിനിമകളും അല്ലെങ്കിൽ അവരുടെ ചിന്തകളൊക്കെ കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ട് നിൽക്കുക എന്നല്ലാതെ എനിക്ക് അറിയാവുന്ന ചില മേഖലകളിലൂടെ മാത്രമേ ഞാൻ സഞ്ചരിക്കാറുള്ളൂ. ഇപ്പോൾ കുഞ്ഞുണ്ണി മാഷ് ഒരിക്കൽ എഴുതിയിട്ടുണ്ടല്ലോ, ആന പോകുന്ന പൂമരത്തിൻ്റെ ചോടെ പോകുന്ന ആരടോ, ആരനുമല്ല കൂരനുമല്ല കുഞ്ഞുണ്ണി മാഷും കുട്ടികളും. വലിയ വലിയ മരങ്ങൾ വള്ളത്തോളും കുമാരനാശാനും ഒക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു ലൈനെ കൂടെ കടന്നു പോവുകയാണ്. അല്ല, പക്ഷെ ഇവരൊക്കെ ഉള്ള കാലത്തും KG ജോർജും ഒക്കെ ഉള്ള കാലത്തും സത്യേട്ടൻ്റെ ഒരു പാത അതുപോലെ ഇങ്ങനെ സുഗമമായിട്ട് ഒരു നദി പോലെ ഒഴുകുന്നുണ്ട്. അത് നമ്മൾ അറിയാതെ വന്ന് ചേരുന്നതാണ്. ഞാനൊരു 3 or 4 അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടുതൽ പടങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എൻ്റെ റൂട്ട് ഇതാണെന്ന് ഞാൻ തന്നെ തിരിച്ചറിയുന്നത്. കാര്യം ഒരു സീൻ കൺസീവ് ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിന് പറ്റുന്ന റൈറ്റേഴ്സും കൂടി വരുമ്പോൾ അതിന് കുറേ കൂടി ഭംഗി ഉണ്ടാകുന്നു. ഇപ്പോൾ ശ്രീനിവാസനോ അല്ലെങ്കിൽ ലോഹിദാസോ രഘുനാഥ് പലേരിയോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാനൊരു എപ്പോഴും റൈറ്റേഴ്സിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. നല്ല സിനിമകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതെ. അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻസ് നമുക്ക്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ശ്രീനിവാസൻ എന്ന ഒരു സുഹൃത്തില്ലെങ്കിൽ, ശ്രീനിവാസൻ എന്ന ഒരു എഴുത്തുകാരനില്ലെങ്കിൽ എനിക്ക് ഇത്രയും വലിയ കൂടുതൽ നല്ല സിനിമകൾ ചെയ്യാൻ, ഇത്രയും ഹിറ്റ് സിനിമകൾ ചെയ്യാൻ സാധിക്കില്ല. കാര്യം അത് ആ ചെയ്ത സിനിമകളുടെ മാത്രമല്ല, അതിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ ഞാൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും ഞാൻ വേറെ സ്ക്രിപ്റ്റുകൾ വർക്ക് ചെയ്യുമ്പോഴും എന്നെ സ്വാധീനിക്കാറുണ്ട്, സഹായിച്ചിട്ടുണ്ട്. രഘുനാഥ് പലേരി ആണെങ്കിലും ലോഹിതദാസ് ആണെങ്കിലും സ്ക്രിപ്റ്റ് എഴുതി തന്നിട്ടുണ്ട്. അതെ. ശ്രീനിവാസനാണ് ഒരു കൂട്ടുകെട്ട് എന്നുള്ള നിലയിൽ വൻ വിജയമായി മാറി. പക്ഷെ ഇതേ ശ്രീനിവാസൻ തന്നെ പ്രിയദർശന് വേണ്ടിയും കമലിന് വേണ്ടിയും ഒരുപാട് തിരക്കഥകൾ എഴുതുന്നു. പക്ഷെ അവർക്കൊക്കെ എഴുതുമ്പോൾ ഇല്ലാത്ത ഒരു പണത്തൂക്കം കൂടുതൽ, അല്ലെ ഒരു അല്പം മുഹബത്തൂടെ ഇട്ട് സത്യേട്ടൻ്റെ സിനിമകൾക്ക് ശ്രീനിവാസൻ സംഭാവന ചെയ്തിട്ടില്ലേ? അത് ഞങ്ങൾ രണ്ടുപേരും ഓൾമോസ്റ്റ് ഒരേ വിധത്തിൽ ചിന്തിക്കുന്നവരാണ്. ഞങ്ങൾ ഒന്നിച്ച് ഒരു സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് 1 മാസം 2 മാസം ഒന്നിച്ചിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് വായിക്കാൻ ശ്രീനിവാസനെ അറിയാം. അതായത് ഞാൻ പറയാൻ പോകുമ്പോൾ പുള്ളി പറയും, നിങ്ങൾ ഇതല്ലേ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനൊരു വേവ് ലെങ്ത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് തമ്മിലുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, വളർന്ന സാഹചര്യങ്ങൾ, ഇപ്പോൾ പ്രിയൻ വളർന്ന സാഹചര്യത്തിലല്ല ഞാൻ വളർന്നത്, പക്ഷേ ഞാൻ വളർന്ന സാഹചര്യം തന്നെയാണ് ഓൾമോസ്റ്റ് ശ്രീനിവാസൻ്റെ നാട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും 2 ഗ്രാമങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. സ്വയം മലയാള സിനിമ കൈയടക്കുകയായിരുന്നു. അതെ, തിരിച്ചറിയാൻ പറ്റുന്ന നമ്മളൊരു ഹ്യൂമർ സാധനം പറഞ്ഞാൽ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളാണ് ശ്രീനിവാസൻ. പ്രത്യേകിച്ച് ശ്രീനിവാസൻ എഴുതിയ ഡയലോഗുകളിൽ സത്യേട്ടൻ്റെ സിനിമകളിലെ ഡയലോഗ്, ഇപ്പം പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം പറയുന്നത്, അല്ലെ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാത്ത എന്താണെന്ന്, അതുപോലെ എന്ത് മനോഹരമായ നടക്കാത്ത അങ്ങനെയുള്ള ഇതല്ല, ഈ പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം പറയുന്നുള്ളത് എപ്പോഴാണ് അത് പൊട്ടി വീഴുന്നത്? അത്ഭുതകരമായ സംഭവം എന്നറിയോ, ഞാനും ശ്രീനിവാസനും ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന പല സിനിമകളിലും ഓൾമോസ്റ്റ് എല്ലാ സിനിമകളിലും ഈ സ്ക്രീൻ പ്ലേ ആണ് ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. അത് ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ടാണ് സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ശ്രീനെ നോട്ട് ചെയ്യുന്നപ്പോൾ തന്നെ ഞാനും നോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതുണ്ടാകുമ്പോൾ എനിക്ക് ഷൂട്ടിങ്ങിന് പോകാൻ റെഡിയാണ്. കാര്യം ശ്രീനെ ആ സമയത്ത് എഴുതിയാൽ മതി ഡയലോഗ്സ്. അപ്പോൾ ശ്രീനും കൂടി ലൊക്കേഷൻ ഇരുന്നിട്ടാണ് മൂപ്പര് പലപ്പോഴും ഈ ജനറേറ്റർ വണ്ടിയുടെ ബാക്കിലൊക്കെ ഇരുന്നിട്ടാണ് എഴുതുന്നത്.
അവിടെ ഇരുന്ന് എഴുതുന്നതാണ് ഈ ഹ്യൂമറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പോളണ്ടിനെ പറ്റി പറയുന്നുള്ള ആ സീനൊക്കെ നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ സീൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നതൊക്കെ തൊട്ട് മുമ്പാണ് അത് എഴുതി കിട്ടുന്നത്. എഴുതി കിട്ടി ഞാൻ അവിടെ നിന്ന് വായിച്ച് ചിരിച്ചു പോയി പോളണ്ടിനെ പറ്റി പറയുന്നത്. പുള്ളി ഇങ്ങനെ ഒരു ആഷ് കളർ ഷർട്ട് ഇട്ടിട്ട് ലൈറ്റിൻ്റെ പിന്നിൽ ഇങ്ങനെ കൈ കെട്ടി നിൽക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഈ സീൻ വായിക്കുമ്പോൾ. അല്ല, അതൊരു കാലാധിവർത്തിയായ ഡയലോഗാണ്. അതാണ് എനിക്ക് തോന്നുന്നു ആ സിനിമ സന്ദേശം എന്നുള്ള സിനിമയുടെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഓരോ കാലത്തും കൂടി വരും ആ സാഹചര്യവും അല്ലേ. അതെ അതെ അതെ. അല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ സിനിമ ചെയ്തത് ആ വർഷം ആ സിനിമ നന്നാവണം എന്നുള്ള ചിന്തയാണ്. അല്ലാതെ കാലാകാലം 32 വർഷത്തിന് ശേഷവും ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്നതും ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അതിന്റെ ക്ലിപ്പിംഗ്സ് ടി വിയിൽ വരുന്നൊന്നും വിചാരിച്ചിട്ടല്ല നമ്മൾ അന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഒരുപാട് ട്രോളുകൾ ആ സിനിമയിൽ തന്നെയാണല്ലോ. അപ്പം രക്ഷപ്പെടണമെന്ന് മാത്രമേ നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ. അപ്പുറത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് അത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വല്ലാതെ മാറിയിട്ടില്ല. അന്ന് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ പിന്നെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ശ്രീനിവാസൻ്റെ ഒരു ഒബ്സർവേഷൻ ഭയങ്കരമാണ്. ശ്രീനിവാസൻ്റെ ഒരു ഒബ്സർവേഷൻ ഞങ്ങൾ രണ്ടാളും രാഷ്ട്രീയം ഒബ്സർവ് ചെയ്യുന്ന ആളുകളാണ്. ഒന്ന് പാഠ്യത്തിൻ്റെ ഒരു പാരമ്പര്യം ശ്രീനിവാസനും അന്തിക്കാടിൻ്റെ ഒരു പാരമ്പര്യം എനിക്കുള്ളതുകൊണ്ട് നമ്മൾ സ്ഥിരം കമ്മ്യൂണിസ്റ്റുമായി ബന്ധപ്പെട്ട പത്രം വായിക്കുന്ന ആൾക്കാരാണ്. ഇക്കാര്യം പത്രവായന ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇതിലേക്കൊക്കെ. അപ്പോൾ നമ്മളെല്ലാ പത്രങ്ങളും വായിച്ചിട്ട് നമ്മൾ മനസ്സിലേക്ക് എടുക്കുന്ന ചെറിയ സംഗതികളുണ്ടല്ലോ. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹ്യൂമർ പൊളിറ്റിക്സിലാണ്. പുറമെ നിന്ന് നോക്കുമ്പോൾ അവർ വളരെ സീരിയസ് ആണ്. പക്ഷെ പുറമെ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും ഹ്യൂമറസ് ആയിട്ടുള്ള കമൻറ്റുകളും സാധനങ്ങളും ഒക്കെ പറയുന്നതൊക്കെ നമ്മൾക്കത് ഉള്ളിൽ ചിരി വരുന്നതാണ്. അപ്പോൾ അത് സിനിമയാക്കിയപ്പോൾ നമ്മൾ അതിൻ്റെ സറ്റയർ സാധനങ്ങൾ മുഴുവൻ യൂസ് ചെയ്തതാണ്. ശ്രീനിവാസനുമായിട്ടൊരു ഞാൻ പ്രകാശിലേക്ക് വരുന്നതിനിടയ്ക്ക് ഒരു 16 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് പിൽക്കാലത്ത് അസുഖം ഉണ്ടായ ഒരു കാര്യമായിരുന്നു. അതോ അങ്ങനെ ഒരു നീണ്ട ഇടവേള വന്നതെന്താ? അത് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചെടുത്ത തീരുമാനമാണ്. ശ്രീനിവാസൻ അത് നിഷേധിക്കാറുണ്ട്. ശ്രീനിവാസൻ പറയാറുള്ളത് ഇയാൾക്ക് ലോഹിദാസിനെയും പലരെയും കിട്ടിയപ്പോൾ എന്നെ വിട്ടു പോയെന്നാണ് ശ്രീനി പറയുന്നത്. അത് തമാശയ്ക്ക് പറയുന്നതാണ്. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കുറേ പടങ്ങൾ ചെയ്തപ്പോൾ ഒരിക്കൽ ശ്രീനി പറഞ്ഞു, നമ്മൾ ഒരേപോലെ തന്നെ ചിന്തിക്കുന്നു, ഒരേപോലെ തന്നെയുള്ള സിനിമകൾ വരുന്നു. അപ്പോൾ നമുക്കൊന്ന് മാറിയിട്ട് ഒരു 1-2 കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും ഇരിക്കാമെന്ന് വിചാരിച്ചത് 16 കൊല്ലമായി മാറി. അത്രയേ ഉള്ളൂ. കാര്യം അപ്പോഴേക്കും എനിക്ക് ലോഹിദാസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ രഘുനാഥ് പലേരി ഉണ്ടായിരുന്നു, രഞ്ജൻ പ്രമോദ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ നല്ല നല്ല കഥകളും തിരക്കഥകളും എനിക്ക് ചെയ്യാൻ സാധിച്ചു. ശ്രീനിയും വേറെ ഉദയനാണ് താരം പോലത്തെ പടങ്ങളൊക്കെ ശ്രീനി ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഞാൻ പ്രകാശൻ വന്നപ്പോൾ ഒന്നിച്ച് ചെയ്യാം. പിന്നെ ശ്രീനിയുടെ കൂടെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണമെന്ന് വെച്ചാൽ ഞാനൊന്നുകൂടി ഫ്രഷ് ആകും എപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ശ്രീനിവാസനായിട്ട് കോൺടാക്ട് ചെയ്യാനിരിക്കുന്നത്. എനിക്കൊന്ന് ചാർജ് ചെയ്യാനാണ്. ഞാൻ ചാർജ് ചെയ്യാൻ ശ്രീനി എന്ന പ്ലഗിൽ കുത്തിവയ്ക്കണം. സത്യനന്ദകാട് ശ്രീനിവാസൻ മോഹൻലാൽ എന്ന് പിന്നീട് പക്ഷേ അതിനൊരു അവസരം ഉണ്ടായില്ല അല്ലേ? അത് അവസരം ഉണ്ടായിക്കൂടാന്നൊന്നുമില്ല. കാരണം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെയല്ലോ ജീവിതം. ശ്രീനി ഇപ്പോൾ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനത് പിന്നെ ശ്രീനി ഇപ്പം ഞാൻ ഒരു 1-2 ആഴ്ച കൂടുമ്പോൾ ശ്രീനിവാസനെ പോയി കാണാറുണ്ട്. അപ്പോൾ അതായത് സംസാരിക്കുമ്പോഴുള്ള ഒരു ചെറിയ ആരോഗ്യ പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ടും ഹെൽത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ പഴയതിനേക്കാളും ബ്രൈറ്റാണ് ബുദ്ധിയും ഓർമ്മയും ഹ്യൂമറും. അപ്പം എൻ്റെ വീട്ടിലേക്ക് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് എൻ്റെ വീട്ടിലേക്ക് പുള്ളിയും ഭാര്യയും കൂടി ആ വഴിക്ക് പോകുന്ന സമയത്ത് അവിടെ കയറി. അപ്പോൾ അവിടുത്തെ കുറച്ച് നാട്ടുകാർ കാണാൻ വന്നു. ശ്രീനേട്ട എങ്ങനെയുണ്ട് അസുഖമൊക്കെ വളരെ നന്നായി പോകുന്നു. അത് സ്പോണ്ടേനിയസ് ആണ്. അപ്പോൾ ഇത്തരം കമൻറ്റുകൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇപ്പോഴും വരുന്നുണ്ട്. കൈമോശം വന്നിട്ടില്ല. ഇനി ഒരെണ്ണം പ്രതീക്ഷിക്കാം. അതെ, നമുക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഈ ഹൃദയപൂർവ്വം ഷൂട്ട് ചെയ്യുമ്പോൾ മുളന്തുരുത്തിൽ ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം ലൊക്കേഷനിൽ വന്നു. അപ്പോൾ ലാലും ഞാനും ഒരു വല്ലാത്ത വൈകാരികമായൊരു മൊമെൻ്റായിരുന്നു. കാര്യം ലാല് ഞങ്ങൾ രണ്ടാളും കൂടി ചേർത്തിങ്ങോട്ട് പിടിച്ചു. അപ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകൾ വരിക. ഞങ്ങൾ 3 പേരും കൂടി ചെയ്തിട്ടുള്ള സിനിമകളുടെ എത്ര സിനിമകൾ. ലാലിൻ്റെ കണ്ണ് നിറഞ്ഞു. ഈ 1982 കുറുക്കൻ്റെ കല്യാണം എടുക്കുമ്പോൾ ഡോക്ടർ ബാലകൃഷ്ണൻ്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു അല്ലേ? ഡോക്ടർ ബാലകൃഷ്ണൻ്റെ സ്ക്രിപ്റ്റ്. അതെ, സുകുമാരനായിരുന്നു. സുകുമാരൻ ഡോക്ടർ ശരിക്കും പറഞ്ഞാൽ അധികം ഇന്നത്തെ പോലെ മീഡിയ ഇല്ലായിരുന്നുണ്ട്. അന്ന് ആഘോഷിക്കപ്പെടാത്ത ഒരു റൈറ്ററാണ് ഡോക്ടർ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശ്രീനിവാസനോട് പറയുന്നുണ്ട്, ശ്രീനിവാസനെ പോലെ ഉള്ള ഒരു ചിന്തിക്കുന്ന ഒരാളായിരുന്നു ഡോക്ടർ ബാലകൃഷ്ണൻ. ഡോക്ടർ ബാലകൃഷ്ണൻ ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ പിൽക്കാലത്ത് അധികം പറയപ്പെടാത്തത് അന്ന് അതിനുള്ള മീഡിയകൾ ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ കുറുക്കൻ്റെ കല്യാണം, കിന്നാരം, ലേഡീസ് ഹോസ്റ്റൽ, അയലത്തെ സുന്ദരി എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ കോളേജുകൾ നായിക കഥാപാത്രത്തിന്
ഹാസ്യത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന ആളാണ്. കാര്യം പണ്ടൊക്കെ പ്രേം നസീർ നായകനാണ്, മധു നായകനാണെങ്കിൽ ഹാസ്യം കൈകാര്യം ചെയ്യാൻ ബാസി ബഹദൂർ ഉണ്ടാവും. ഇതിൽ പ്രേം നസീർ തന്നെയാണ് ഹാസ്യം. ലേഡീസ് ഹോസ്റ്റലായാലും കോളേജുകളിലായാലും പ്രേം നസീറാണ് അതിൻ്റെ ഹാസ്യം. അപ്പോൾ അതുപോലെ കുറുക്കൻ്റെ കല്യാണം വരുമ്പോൾ സുകുമാരനാണ് അതിലെ സുകുമാരനെ കൊണ്ട് ഹാസ്യം ചെയ്യിപ്പിച്ച ആളാണ്. അതെ അതെ, അന്ന് സുകുമാരൻ പൗരുഷത്തിന്റെ പ്രതികരണത്തിന്റെ കാലമാണ്. അല്ല, ഈ ഇത്രയൊക്കെ ആയിട്ടും 82-ൽ വന്നല്ലോ, എന്തുകൊണ്ട് പ്രേം നസീറിനെ വെച്ചൊരു സിനിമ എടുക്കണമെന്ന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിട്ട്? പ്രേം നസീറിനെ ഒന്നാമത് പ്രേം നസീറിന്റെ കാലം കടക്കുന്നത് കൂടിയിട്ടാണ്, ഒരു നായകൻ എന്നുള്ള സമയത്തുനിന്ന് പ്രേം നസീറിന്റെ കാലം കടക്കുന്നത് കൂടിയിട്ടാണ് ഞാൻ ഡയറക്ഷൻ തുടങ്ങുന്നത്. പിന്നെ ചന്ദ്രകുമാറിൻ്റെ കൂടെ ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രേം നസീറിനെ വെച്ച് ഇഷ്ടംപോലെ പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ചിലപ്പോൾ ഒരു ദിവസം 2 യൂണിറ്റൊക്കെ വർക്ക് ചെയ്യും. ചന്ദ്രകുമാറും നസീർ സാറിനും എയർ ഹോസ്റ്റസ് പോലുള്ള പടങ്ങൾ, അല്ലെങ്കിൽ അസ്തമയം മധുസാറിനെ പോലുള്ള പടങ്ങൾ വയ്ക്കുമ്പോൾ നസീർ സാറിൻ്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പുള്ളി പറയും, സത്യൻ ഈ സീൻസ് പോയി ഷൂട്ട് ചെയ്യും, ഞാനിത് ഷൂട്ട് ചെയ്തോളാം. സ്വന്തം സിനിമയിൽ ഒരു ചെറിയൊരു വേഷം കൊടുക്കണമെന്ന് തോന്നുന്നു. അല്ലല്ല, സ്വന്തം സിനിമയിൽ നമുക്ക് അധികം ഓർമ്മിക്കപ്പെടാത്ത ഒരു സിനിമയിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. അതെന്താ വെച്ചാൽ അത് എൻ്റെ പേരിൽ വന്നു എന്നല്ലാതെ അത് പൂർണ്ണമായും ഞാൻ ചെയ്ത സിനിമയല്ല. പക്ഷേ ലാൽ അമേരിക്കയിൽ എന്നുള്ള സിനിമയിൽ പ്രേം നസീർ ആണ് ഒരു സെൻട്രൽ ക്യാരക്ടറുള്ളത്. അത് ഞങ്ങൾ തുടങ്ങിയതാണ്. ആ സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്കത് വേണ്ട വിധത്തിൽ പിക്ചറൈസ് ചെയ്യാൻ സാധിച്ചില്ല. അതിൽ കുറച്ച് സാങ്കേതികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അമേരിക്കയിൽ നിന്ന് വന്നിട്ട് മുഴുവൻ പൂർത്തിയാകാതെ വന്നു. പിന്നെ എൻ്റെ സിനിമകളുടെ പല സിനിമകളുടെ ഇടയിൽ ചില സീൻസ് പോയി ഷൂട്ട് ചെയ്യും, മനസ്സിലായില്ലേ? അങ്ങനെ ചിലപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് പോയി ഷൂട്ട് ചെയ്യും. അങ്ങനെ എനിക്ക് വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ സാഹചര്യങ്ങൾ കൊണ്ട് വന്നു പോയൊരു സിനിമയാണ് ലാൽ അമേരിക്കയിൽ. അതിൽ പ്രേം നസീർ ഉണ്ട്. പ്രേം നസീറിൻ്റെ മകനാണ് മോഹൻലാലൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സുകുമാരൻ ആദ്യകാലത്ത് ഇപ്പോൾ കിന്നാരത്തിൽ നെടുമുടി വേണുവും സുകുമാരനും എല്ലാം കൂടെ വരുന്നു. അതിന്റെ എൻഡിൽ എനിക്ക് തോന്നുന്നു മമ്മൂട്ടി വളരെ ഗ്ലാമറായിട്ട് വന്ന് ഈ രണ്ടുപേരും സ്നേഹിച്ച പെൺകുട്ടിയെ പൂർണിമ ജയറാമിനെ കൊണ്ടുപോകുന്നു. മമ്മൂട്ടിയുടെ ഒരു വാസ്തവത്തിൽ ഒരു ചെറിയ കുറെ സമയങ്ങളെ ഉണ്ടായിരുന്നുള്ളെങ്കിലും ഒരു ഭയങ്കര ഒരു ഗ്ലാമർ റോളായിരുന്നു. അത് എന്താണെന്ന് വെച്ചാല് അതിന്റെ തമാശ, മമ്മൂട്ടി ചോദിച്ച റോളാണത്. അതായത് എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. ഞാനങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്ടർ ഒന്നല്ല, പക്ഷെ ഞാൻ പാട്ടുകൾ എഴുതുമായിരുന്നു. പാട്ടുകൾ ഹിറ്റാണ്. ആദ്യത്തെ സിനിമ നന്നായി പോയി. ഈ 2 ക്യാരക്ടേഴ്സിൻ്റെ കൂടെ മൂന്നാമതൊരാൾ വേണം, അത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരാൾ വേണമെന്ന് മാത്രമേ എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ബാലേന്ദ്രമേനോനെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്നൊക്കെ അന്ന് തോന്നിയിരുന്നു. മേനോൻ്റെ അടുത്ത് ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ മേനോന് സാങ്കേതികമായ പ്രശ്നങ്ങൾ, കാര്യനിസ്സാരം ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനൊരു ദിവസം നെടുമുടി വേണുവിനെ കാണാനായിട്ട് മോഹൻ്റെ ഒരു ലൊക്കേഷനിൽ ഇപ്പോൾ മമ്മൂട്ടി അവിടെ ഉണ്ട്. അപ്പോൾ മമ്മൂട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, നെടുമുടി വേണു എൻ്റെ അടുത്ത് ആ കഥ പറഞ്ഞു കേട്ടോ സത്യ, ആ മൂന്നാമത് വരുന്ന ഇവളെ കല്യാണം കഴിക്കുന്ന വേഷം ഞാൻ ചെയ്യട്ടെ, എനിക്ക് നയ പൈസ തരണ്ട, എനിക്ക് ഒറ്റ പൈസ തരണ്ട, ആ റോള് ഞാൻ ചെയ്യും. അത് മമ്മൂട്ടി എന്ന് പറയുന്ന ആക്ടറുടെ, അതാണ് മമ്മൂട്ടിക്കും മോഹൻലാലുള്ള വ്യത്യാസം. അവർക്കൊക്കെ ഈ കഥാപാത്രങ്ങളോടും സിനിമയോടുള്ള അഭിനിവേശമുണ്ട്. അല്ലെങ്കിൽ ഒരു പുതിയ ഡയറക്ടറായ എന്നോട് പൈസ ഒന്നും തരണ്ട, ആ ലാസ്റ്റ് വരുന്ന റോള് ഞാൻ ചെയ്യും എന്ന് പറയണമെങ്കിൽ അതാണ് നമ്മൾ പറയുന്നത് പലപ്പോഴും ഇപ്പോൾ കൈമോശം വന്നു പോകുന്നത്. അങ്ങനെ ആ ഒരു ആത്മാർത്ഥമായൊരു ഇതില്ല, ഒരു കോംപ്ലക്സ് ഇല്ല. അങ്ങനെ പുള്ളിയുടെ സൗകര്യത്തിന് പുള്ളി വന്നിട്ട് ചെയ്ത റോളാണ്. അത് പുള്ളിക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തത്. പക്ഷെ പിന്നീട് വരുമ്പോൾ ശ്രീധരൻ്റെ തിരുമുറിവ് അല്ലെങ്കിൽ അർത്ഥമൊക്കെ വിജയിച്ച സിനിമ കളിക്കളം, ഞാൻ തന്നെ പണ്ട് എഴുതിയിട്ടുണ്ട്. അതേ രീതിയിലുള്ള ഒരു കഥ വെച്ച് സ്പീൽബർഗ് തന്നെ ഒരു ആക്ഷൻ സിനിമ. അത് പിന്നെ വരുന്ന ഒരാൾ മാത്രം, കനൽക്കാറ്റ്, അതില് KPSC ലളിത മമ്മൂട്ടിയുടെ. പക്ഷെ എങ്കിലും ഈ അർത്ഥവും കളിക്കളവും ഒക്കെ വലിയ വിജയമായിരുന്നു. പ്രത്യേകിച്ച് കളിക്കളത്തിലെ പാട്ടുകളൊക്കെ ആകാശഗോപുരം എന്നൊക്കെയാണ്. പക്ഷെ എന്നാലും മോഹൻലാൽ ശോഭിച്ച പോലെ സത്യേട്ടൻ്റെ സിനിമകളിൽ മമ്മൂട്ടി ശോഭിച്ചോ? അല്ല, രണ്ടുപേരും 2 തരത്തിലുള്ള ആക്ടേഴ്സാണ്. അപ്പം മോഹൻലാലിൻ്റെതായിട്ടുള്ള റൂട്ടും മമ്മൂട്ടിയുടെ റൂട്ടും ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഇപ്പോഴും ഒരു നെടും തൂണുകളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ കഥാപാത്രങ്ങൾക്ക് കൂടുതൽ മെയ്വഴക്കം കിട്ടുന്നത് പലപ്പോഴും മോഹൻലാൽ ചെയ്യുന്ന. മോഹൻലാൽ ഇല്ലെങ്കിൽ അത് പിന്നെ ചെയ്തത് ജയറാമാണ്, മനസ്സിലായില്ലേ? ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആ രീതിയിലുള്ള ചില ക്യാരക്ടേഴ്സ്, അത് ചിലപ്പോൾ മമ്മൂട്ടിയുടെ ഇമേജും മമ്മൂട്ടിയുടെ മാത്രമുള്ള മമ്മൂട്ടിയുടെ ശബ്ദ ഗാംഭീര്യവും ഒക്കെ ഉള്ളത് വേറൊരു രീതിയിലുള്ള ക്യാരക്ടേഴ്സിനാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ അത്തരം ക്യാരക്ടേഴ്സ് മമ്മൂട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ അത് ചിലപ്പോൾ മമ്മൂട്ടിയുടെ കാരണം കൊണ്ടല്ലെങ്കിലും ഈ മോഹൻലാലിൻ്റെ രീതിയിൽ വന്നില്ല എന്ന് വരും. അതേസമയം മമ്മൂട്ടിക്ക് ചെയ്യുമ്പോൾ അർത്ഥം എന്നുള്ള സാധനം മമ്മൂട്ടിക്ക് തന്നെ ചെയ്യേണ്ടതാണ്. അർത്ഥമൊക്കെ ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി എന്നെ വാശി പിടിപ്പിച്ച് ചെയ്തതാണ്. ശ്രീധരൻ്റെ ഒന്നാം ഒരു വേണ്ട വിധത്തിൽ അത് ഓടിയെങ്കിലും അത് ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയില്ല. പക്ഷേ മമ്മൂട്ടിയുടെ ഏറ്റവും നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള റോളാണ്. എൻ്റെ അടുത്ത് ഒരു ദിവസം പുള്ളി പറഞ്ഞ്, നിങ്ങൾ മോഹൻലാലിനെ വെച്ച് നിങ്ങൾ സിനിമ ഹിറ്റാകും,
എന്നെ വെച്ച് ഹിറ്റാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ കഴിവേടാണെന്ന് എല്ലാവർക്കും അറിയുള്ളൂ. കാര്യം ഞാൻ വേറെ ഹിറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എനിക്കതൊരു വലിയ ക്ഷീണമായി. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു മമ്മൂട്ടി വെച്ചൊരു ഹിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള കാരണം ശരിക്കും പറഞ്ഞാൽ അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ട കഥാപാത്രമാണ് ബെൻ നരേന്ദ്രൻ. ഞാൻ വേണുനാവളിയാണ് അർത്ഥം ചെയ്യുന്ന സമയത്ത് ഞാൻ വേണുനാവളിയോട് പറഞ്ഞത് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ നല്ല ഗുണം മമ്മൂട്ടിയുടെ ശബ്ദം, മമ്മൂട്ടിയുടെ രൂപം, മമ്മൂട്ടിക്ക് ഏറ്റവും കൂടുതൽ നല്ല വേഷങ്ങളിട്ടാലുള്ള ചേർച്ച, ഇതൊക്കെ വരുന്നൊരു ക്യാരക്ടർ ഉണ്ടാവണം. അങ്ങനെയാണ് ആ കഥാപാത്രം രൂപീകരിച്ചതും അത് ഭയങ്കര സക്സസ് ആയി. പിന്നെ കളിക്കളം പിന്നെ അതിൻ്റെ കൂടെ വന്നു. കളിക്കളം അത് അത്രയേ ഉള്ളൂ. ഒരെണ്ണത്തിൽ ഒരു ഒരു ബണ്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ മമ്മൂട്ടിയുടെ എനിക്കറിയാം മമ്മൂട്ടി എങ്ങനെ. മമ്മൂട്ടി നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്, പിന്നെ നല്ല മനുഷ്യത്വമുള്ള ഒരാളാണ്. അങ്ങനെയുള്ള കുറേ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ലാലിൻ്റെ കൂടെ ഞങ്ങൾ പടം ചെയ്യുമ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആൾ മമ്മൂട്ടിയാണ്. ഞങ്ങളെപ്പോഴും കോൺടാക്ട് ചെയ്യാറുള്ള ആളാണ്.